നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾ തന്നെ നമുക്കെതിരെ തിരിയുന്നതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രക്തത്തിലെ കോശങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അവ വളരാൻ മടിക്കുന്നു, പകരം പെരുകാൻ തുടങ്ങുന്നു. ഒരു ഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ കൺട്രോൾ അവ ഏറ്റെടുക്കുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ ധന്യ. മൈത്ര ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്ലഡ് ക്യാൻസറിനെ കുറിച്ചാണ്. ബ്ലഡ് ക്യാൻസറിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ കേരളത്തിലെ പ്രഗത്ഭരായ 2 ഡോക്ടർമാരാണ് നമ്മോട് കൂടെ ഉള്ളത്. ഐ വോംലി വെൽക്കം ഡോക്ടർ രാകേഷ് രാധാകൃഷ്ണൻ നായർ ആൻഡ് ഡോക്ടർ അജയ് ശങ്കർ ടു മൈത്ര ടോക്സ്. സർ, രക്തത്തിലെ രക്താർബുദം എന്ന് നമ്മൾ പറയുമ്പോഴും പലപ്പോഴും ബുദ്ധിമുട്ട് തുടങ്ങുന്നത് നമ്മുടെ എല്ലിൻ്റെ മജ്ജയിൽ നിന്നാണ്. അപ്പോൾ രക്തത്തിലെ ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്നത് ഈ ഡയഗ്നോസിസിനും ട്രീറ്റ്മെൻറ്റിനും ഒക്കെ ഒരു തെറ്റിദ്ധാരണ ഉളവാക്കുന്നുണ്ടോ? അതെന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചറലി ഹിസ്റ്റോറിക്കലി ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒറ്റ ഒരു അസുഖമായിട്ടാണ് തോന്നുന്നത്. ഈവൻ നമ്മൾ ഡോക്ടേഴ്സൊക്കെ ആവുന്ന മുമ്പ് തന്നെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ലങ് ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ മെഡിസിനൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ മനസ്സിലായി ഇതിന് തന്നെ പല ക്ലാസിഫിക്കേഷൻസും പല സബ് ഡിവിഷൻസും ഉണ്ട്. അപ്പോൾ ബ്ലഡ് ക്യാൻസർ നമ്മൾ ബ്രോഡ്ലി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലുക്കീമിയാസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ലിംഫോമാസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡർ ഉണ്ട്. പിന്നെ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് 3 ബേസിക് സബ് ഡിവിഷൻ. കോമൺ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് പറയാൻ പറ്റുന്നത്, എല്ലാത്തിനും നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന പോലെ ഡിവൈഡ് ചെയ്തിട്ട്. പക്ഷേ ലുക്കീമിയാസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 100ഓളം അസുഖം അതിനുള്ളിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ലുക്കീമിയയിൽ എല്ലാവർക്കും കോമൺലി പേഷ്യൻസും റിലേറ്റീവ്സിനൊക്കെ അറിയുന്ന അസുഖമാണ് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ, അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ, അക്യൂട്ട് പ്രോമൈലോസൈറ്റിക് ലുക്കീമിയ. ഇതൊക്കെയാണ് അക്യൂട്ട് ലുക്കീമിയാസ്. പിന്നെ ഇത്തിരി കൂടി സ്ലോ ആയിട്ട് ഗ്രോ ചെയ്യുന്ന ക്രോണിക് ആയിട്ടുള്ള ലുക്കീമിയാസ് ഉണ്ട്, ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ. ഓക്കെ, പിന്നെ മൈലോ പ്രൊലിഫറേറ്റീവ് നിയോപ്ലാസംസ്, വേറെ കുറേ അസുഖങ്ങളുണ്ട്. അതിലും കുറേ ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത് പറഞ്ഞാൽ അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ, AML അഥവാ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ, ഇതൊക്കെ ഒരു സിംഗിൾ ഡിസീസസ് ആണല്ലോ. ഇത് തന്നെ വീണ്ടും കുറേ സബ് ഡിവിഷൻസ് ഉണ്ട്. അത് ജെനറ്റിക് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ ഓരോ ഇപ്പം ഞങ്ങളെ അടുത്ത് വരുന്ന ഒരു 500 രോഗികളുണ്ടെങ്കിൽ അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയൻ്റെ രോഗികളുണ്ട്, ALLൻ്റെ രോഗി ഒക്കെ ഓരോ സെയിം ഡയഗ്നോസിസ് ആണെങ്കിൽ പോലും അവരൊക്കെ ഡിസീസ് ബിഹേവിയർ വേറെയാണ്. അപ്പോൾ ഈവൻ ഒരു അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ പേഷ്യൻ്റ് വേറെ അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയയിൽ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പലപ്പോഴും രോഗി ചോദിക്കും, സാർ എനിക്ക് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ ആണല്ലോ, നിങ്ങൾ ഇന്ന ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടില്ലല്ലോ, പക്ഷെ ആ അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയയുടെ പേഷ്യന്റ് നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തോ, എന്താ ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്തത്? കാരണം അവർക്ക് അതിന്റെ ആവശ്യമില്ല, ഓരോന്നും വ്യത്യസ്തമാണ്. ഓക്കെ, ഈവൻ ഈ സബ് ക്ലാസിഫിക്കേഷനുള്ളിൽ തന്നെ പല സാധനങ്ങളും കോമൺ ആണെങ്കിൽ പോലും വളരെ സട്ടിലായ പല ഡിഫറൻസസും ഉണ്ട്. അപ്പം ആക്ച്വലി നമുക്ക് ട്രീറ്റ് ചെയ്യാനും പറയാനും വിളിക്കാൻ എളുപ്പമായതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ പേരെന്നിടുന്നത്. ഏതോ ഒരു അസുഖം നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പക്ഷെ എല്ലാം ഓരോ പേഷ്യന്റിന്റെ ഓരോ ക്യാൻസറും ജനറലി ഇൻഡിപെൻഡന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക. കാരണം ഈ ക്യാൻസർ ബുക്ക് പഠിച്ചിട്ടൊന്നുമില്ലല്ലോ വരുന്നത്, അത് അവരുടെ ശരീരത്തിൽ ഉണ്ടായിപ്പോയി. ബട്ട് ഇൻ ജനറൽ ഇവർ ഇങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുക എന്നുള്ള ഒരു സയൻസ് വെച്ചിട്ടാണ് ഹെമറ്റോളജിക്കൽ മാലിഗ്നൻസീസിന്റെ തിയറി. ഓക്കെ, അപ്പം ബ്ലഡ് ക്യാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 100 ഡിസോർഡേഴ്സ് ഉണ്ട്. ഓക്കെ, ഈവൻ ഒരേ ബ്ലഡ് ക്യാൻസർ, ഒരേ ഡയഗ്നോസിസ് ഉള്ള ക്യാൻസർ ഒരു പേഷ്യന്റിന് ഉള്ള പോലെ ആയിരിക്കില്ല വേറെ പേഷ്യന്റ് ബിഹേവ് ചെയ്യുക. അപ്പം ബ്ലഡ് ക്യാൻസറിന് അപ്പൊ നമുക്ക് ഇത്ര ഡിവിഷൻ അറിയാം, പക്ഷെ നാട്ടുകാർക്കും സാധാരണ ജനങ്ങൾക്ക് ബ്ലഡ് ക്യാൻസർ അറിഞ്ഞാൽ മതി. ശരിക്കും ഈ നമുക്ക് രോഗപ്രതിരോധ ശക്തി തരേണ്ട ഈ WBC സെൽസ് അവയാണല്ലോ ഇതിലൊരു മെയിൻ ഇതെന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളെ സംരക്ഷിക്കേണ്ട കോശങ്ങൾ തന്നെ നമുക്കെതിരെ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ക്യാൻസർ ഉണ്ടാവുന്നത്? ഈവൻ ബ്ലഡ് മാത്രമല്ല, സോളിഡ് ഓർഗൻ ക്യാൻസർ എല്ലാം ഉണ്ടാവുന്ന ഒരു ജനറ്റിക് ചേഞ്ച് കൊണ്ടാണ്. അത് ജനറ്റിക് എന്ന് പറയുമ്പോൾ പാരമ്പര്യം എന്നല്ല ഉദ്ദേശിച്ചു, അക്വയർഡ് ആയിട്ട് ഒരു ജനറ്റിക് ചേഞ്ച് വരുമ്പോഴൊക്കെയാണ് ഇത് ഒരു സെല്ല് പെട്ടെന്ന് ക്യാൻസർ സെല്ലാവുന്നത്. അത് ഇപ്പോൾ നമുക്ക് ഈ ഓൺകോ ജീൻസും ട്യൂമർ സപ്രസർ ജീൻസും ഉണ്ട്. അതായത് സെൽ ഡിവിഷൻ്റെ ആക്സലറേറ്ററും ബ്രേക്കും. ആക്സലറേറ്റർ കേടായാലും ബ്രേക്ക് കേടായാലും ഒരു സെല്ല് ക്യാൻസർ സെല്ലായി മാറുന്നു. പക്ഷെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഇത് തടയാനുള്ള ഡെഫിനറ്റ്ലി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, ഇപ്പം നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് ഇത് ബോഡിയിൽ കുറച്ച് ക്യാൻസർ സെൽ ഉണ്ടാവുകയും ആ എറർ സെൽ ഡിവിഷൻ്റെ സമയത്ത് സെല്ല് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ DNA ക്രോമസോം സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന എറർ ആണ് ഈ ക്യാൻസർ ആവുന്നത്. പലപ്പോഴും മിക്കവാറും ഇവൻ നമ്മുടെ ശരീരത്തിലൊക്കെ ഇത് ഉണ്ടാവുന്നുണ്ടാവാം, പക്ഷെ നമ്മുടെ ആ DNA റിപ്പയർ മെക്കാനിസംസ് ഉണ്ട്, അത്
അതിനെ DNA കറക്റ്റ് ചെയ്യും, ആ എററിനെ. ഓർ കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത എറർ ആണെങ്കിൽ ആ സെല്ലിന് അപ്പോപ്റ്റോസിസ്, അതായത് സെല്ലിൻ്റെ സൂയിസൈഡ്, സെല്ല് നശിച്ചു പോകും തന്നെ. ഇനി അതും പറ്റാതിരുന്നാൽ നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം, NK സെൽസും T ലിംഫോസൈറ്റ്സും ക്യാൻസർ, അതായത് അബ്നോർമലി ലുക്കിംഗ് സെൽസ്, അബ്നോർമലി ബിഹേവിങ് സെൽസിനെ നശിപ്പിക്കും. ഇതെല്ലാം ഫെയിൽ ആകുമ്പോഴാണ് ക്യാൻസർ വരുന്നത്. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഡോക്ടർ അജയ് പറഞ്ഞല്ലോ, ഒരു സെല്ലിൻ്റെ DNA റിപ്പയർ സിസ്റ്റം, അത് റിപ്പയർ ആക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പോപ്റ്റോസിസ് ചെയ്യുന്നു പറഞ്ഞല്ലോ, അതൊരു സൂസൈഡാണ്. അപ്പോൾ ആക്ച്വലി സെല്ല് കമ്മിറ്റ് ചെയ്യുന്ന സൂസൈഡാണ്. അപ്പം ആ സെല്ല് മരിക്കുകയാണെങ്കിലും ആ ജീവി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അയാൾ ഒരു എന്താ പറയുക ബലിദാനം കൊടുക്കുന്ന പോലെയാണ് ആക്ച്വലി. അപ്പം അങ്ങനത്തെ പല മെക്കാനിസം ബോഡിൻ്റെ ഉള്ളിലുണ്ട്. അതാണ് നമ്മൾ ബാക്കിയുള്ള ക്യാൻസറുകൾ, ഇപ്പോൾ ലങ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അപ്പം ചിലർക്ക് അത് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്, ചിലർക്ക് ചാൻസ് ഇല്ല എന്നൊക്കെ ഇപ്പം നമ്മളങ്ങനെ ഒരു പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് ക്യാൻസറിൽ അങ്ങനെ ആർക്കാണ് സാധ്യത കൂടുതൽ, അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമോ? ചെറിയൊരു 5% പല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതിന് റിസ്ക് ഫാക്ടർ അല്ല എന്ന് വെച്ചാൽ ഒരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ അല്ല, ഒരു 5% ആൾക്കാരിൽ കാണാം. ഫോർ എക്സാമ്പിൾ ചില സിൻഡ്രോംസ്, ഇപ്പോൾ ഡൗൺ സിൻഡ്രോം ഉള്ളവർക്ക് AML-ന് ഇനീഷ്യലി ചാൻസ് കൂടും, ദെൻ ALL അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയയ്ക്ക് സാധ്യത കൂടുതലാണ്. ന്യൂറോഫൈബ്രോമറ്റോസിസ് പറഞ്ഞ ജനറ്റിക് ഡിസോർഡർ ഉള്ളവർക്ക്, CMMRD കോൺസ്റ്റിറ്റ്യൂഷണൽ മിസ്മാച്ച് റിപ്പയർ ഡിഫക്റ്റ് അതുള്ളവർക്ക് ചാൻസ് കൂടുതൽ. അറ്റാക്സിയ ടെലങ്കാറ്റേഷ്യ, ബ്ലൂം സിൻഡ്രോം, പിന്നെ ഈ ഇപ്പോൾ മൈലോഡ് ലുക്കീമിയ പറയുന്ന ഫാൻകോണി അനീമിയ, ബോൺ മാരോ സപ്രഷൻ വരുന്ന ഡിസീസസ്. അപ്പോൾ ഇങ്ങനെയുള്ള ജനറ്റിക് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, ജന്മനാ ഉള്ള അസുഖങ്ങളിൽ ക്യാൻസറിന്, ബ്ലഡ് ക്യാൻസേഴ്സിന് സാധ്യത കൂടുതലാണ്. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി, പ്രതിരോധശേഷി കുറവുള്ളവർ, എസ്പെഷ്യലി T ലിംഫോസൈറ്റിനെ സംബന്ധിച്ചിട്ടുള്ള പ്രതിരോധശേഷി കുറവുള്ളവർക്ക് ഈ വൈറസ്, പല ക്യാൻസർ ഉണ്ടാക്കുന്ന എപ്സ്റ്റീൻ ബാർ വൈറസ് പോലുള്ള വൈറസ് പെരുകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ബ്ലഡ് ക്യാൻസർ ഉണ്ടാവാം. പിന്നെ വേറെ ഈ ജനറലി ലൈഫ് സ്റ്റൈലും എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് അത്ര വലിയ റിസ്ക് ഉണ്ടാക്കുന്നില്ല, അറ്റ്ലീസ്റ്റ് ഇൻ പീഡിയാട്രിക്സ്. അഡൽട്ടിലും ഉണ്ട്. പക്ഷേ ഇപ്പോൾ മൈലോമയിൽ, മൾട്ടിപ്പിൾ മൈലോമയിൽ നമ്മളെ പെസ്റ്റിസൈഡിന്റെ റിസ്ക് ഫാക്ടേഴ്സ് പറയാറുണ്ട്. ഈ റേഡിയേഷൻ, അവർക്കുള്ള സംശയമാണ്. ഈ റേഡിയേഷൻ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ അവർക്കൊക്കെ വരുന്നത് ഈ ചെസ്റ്റ് എക്സ്റേ, CT സ്കാൻ, മാമോഗ്രാം അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം അവയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കന്റ് റിസ്ക് ആയിട്ടില്ലെങ്കിലും, ഇപ്പോൾ പീഡിയാട്രിക്കിൽ എടുക്കുകയാണെങ്കിൽ ഒരു പ്രഗ്നന്റ് ലേഡിക്ക് ഇൻ യൂട്രോ റേഡിയേഷന് ചെറിയൊരു റിസ്ക് ഫാക്ടർ ഫോർ ഡെവലപ്പിംഗ്, ആ ഫീറ്റസിന് കുട്ടിയാവുമ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു റിസ്ക് ഫാക്ടർ ഉണ്ട്. അതിനേക്കാളും മറ്റ് ട്രീറ്റ്മെന്റ് റിലേറ്റഡ് റേഡിയേഷൻ ആണ് കുറച്ചുകൂടി ഇന്റൻസ് ആൻഡ് കുറച്ചുകൂടി ഓൺകോജനിക് ആയി. എന്ന് പറഞ്ഞാൽ ചില പേഷ്യൻസിന് റേഡിയേഷൻ വേറെ അസുഖങ്ങൾക്ക് കൊടുക്കേണ്ടി വരാറുണ്ടല്ലോ, അല്ലെങ്കിൽ വേറെ ക്യാൻസേഴ്സിന് കീമോ കൊടുക്കേണ്ടി വരും. അപ്പോൾ സോളിഡ് ഓർഗൻ ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ, അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ, അതിന് കീമോ കൊടുക്കേണ്ട കാരണം ആ കീമോ കാരണം ജനറ്റിക് മുട്ടേഷൻ ഉണ്ടാവാം ബോൺ മാരോയിൽ, അത് കാരണം പിന്നെ ലുക്കീമിയ ഒക്കെ ഉണ്ടാവാം. രോഗം നമ്മൾ ചികിത്സിച്ച് മാറ്റുമ്പോൾ തന്നെ വർഷങ്ങൾക്ക് ശേഷം അത് വർഷങ്ങൾക്ക് ശേഷം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ബ്ലഡ് ക്യാൻസറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ജനറലി ആ കീമോതെറാപ്പി മുമ്പ് കീമോ റിസീവ് ചെയ്തവർക്ക് മൈലോഡ് ലുക്കീമിയ വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. എസ്പെഷ്യലി പിള്ളേർക്കൊക്കെ, ചെറിയ കുട്ടികൾക്ക് ഇപ്പം ഓസ്റ്റിയോസാർക്കോമ അങ്ങനത്തെ ക്യാൻസർ ഒക്കെ ചെറിയ പ്രായത്തിലാണല്ലോ മിക്കവാറും വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറെ കാലം കഴിയുമ്പോൾ അവർക്ക് ബ്ലഡ് ക്യാൻസർ വരാനൊക്കെ സാധ്യതയുണ്ട് ബിക്കോസ് ഓഫ് കീമോ. സാർക്കോമ, അതായത് നമ്മൾ ചില മരുന്നുകൾ അതിന് വളരെ സ്പെസിഫിക് ആയിട്ടുണ്ട്. ഇപ്പോൾ എറ്റോപ്പസൈഡ് പോലുള്ള ടോപ്പോഐസോമറേസ് ഇൻഹിബിറ്റേഴ്സ്, ആന്ത്രോസൈക്ലിൻസ്, ആൽക്കലൈറ്റേഴ്സ്, ഈ ഗ്രൂപ്പ് ഓഫ് കീമോതെറാപ്പി കിട്ടിയവർക്ക് മൈലോഡ് ലുക്കീമിയയ്ക്ക് സാധ്യത കൂടുതലാണ്. റേഡിയേഷൻ ആസച്ച് പറയുകയാണെങ്കിൽ റേഡിയേഷൻ എടുത്ത സ്ഥലത്ത് ഭാവിയിൽ ക്യാൻസർ, സോളിഡ് ക്യാൻസേഴ്സ് ആണ് കൂടുതലും വരിക. ഈ പ്രഗ്നൻസി ടൈമിൽ മദറിന്റെ, അതായത് അവരുടെ ജീവിതശൈലി അങ്ങനെ എന്തെങ്കിലും ഇല്ല, അത് ജീവിതശൈലി ആയിട്ടില്ല. അതിൽ ആകെ ഒരു ഇതുള്ളത് റേഡിയേഷൻ എക്സ്പോഷറിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു കമന്റ് ഉണ്ട്. ആർക്കും ചെയ്യുന്നില്ലല്ലോ. പണ്ട് പ്രഗ്നൻസി അറിയാതെ എക്സ്റേ എടുക്കലും ഇതൊക്കെ, ഇപ്പോൾ വളരെ ഒബ്വിയസ്ലി ആ ചെക്ക് ലിസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്റേ എടുക്കുള്ളൂ. അപ്പൊ നെറ്റ് ഇഫക്റ്റിൽ പറയുകയാണെങ്കിൽ നമുക്ക് ലങ് ക്യാൻസർ നമ്മൾ പറയാലോ, നിങ്ങൾ സ്മോക്ക് ചെയ്തുകൊണ്ടാണ് ലങ് ക്യാൻസർ, എല്ലാവരും പറയുമല്ലോ നിങ്ങൾ സ്മോക്ക് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ലിവർ ക്യാൻസർ ആൽക്കഹോൾ കുടിച്ചുകൊണ്ട്. ബ്ലഡ് ക്യാൻസർ ബാധിച്ച ഒരാൾക്കും പ്രത്യേകിച്ച് കാരണം പറയാൻ ബുദ്ധിമുട്ടാണ്. ഇത് ആക്ച്വലി സ്ഥിരമായിട്ട് രോഗികൾ ഞങ്ങളോട് ചോദിക്കുന്നതാണ്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് വന്നത്, ഞങ്ങൾക്ക് ഒരു ദുശീലവും ഇല്ലല്ലോ, ഞങ്ങളെല്ലാം നല്ല രീതിയിലാണ്, ഇത്രയും ചിട്ടയോടാണ് ജീവിച്ചത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളില്ല, 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ്, അവർ പെർഫെക്റ്റ് ലൈഫായിരിക്കും. ഒരു മനസ്സിൽ പോലും ഒരു തെറ്റ് പോലും ആലോചിക്കാത്ത ആൾക്കാർക്ക് അവർക്ക് വരെ ക്യാൻസർ വരുന്നുണ്ട്. അപ്പം കൃത്യം റീസൺ ബ്ലഡ് ക്യാൻസറിൻ്റെ പലതിലും ആർക്കും 90% പേഷ്യൻസിന് ആർക്കും ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആരും കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി നോബൽ പ്രൈസ് കിട്ടും.
മൈക്രോ പ്ലാസ്റ്റിക്സ് ഇൻ ബോൺ മാരോ അങ്ങനെ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതി, അമിതമായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുന്നത്, അങ്ങനെ ശ്വസനത്തിലൂടെ എത്തുന്നത്, നമ്മൾ കുടിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ കുടിക്കുന്ന വെള്ളം, നമ്മൾ കഴിക്കുന്ന ആഹാരം പ്ലാസ്റ്റിക് ഇതിൽ റാപ്പ് ചെയ്ത ആഹാരങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളുടെ ബ്ലഡിലെ ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് പോലുള്ള തരികൾ നമ്മുടെ ഈ എല്ലിൻ്റെ മജ്ജയിൽ അടിഞ്ഞുകൂടി അത് രക്തത്തിൻ്റെ നിർമ്മാണത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ കേട്ടിട്ടില്ല. ഞങ്ങൾ പഠിച്ച കാലത്ത് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഞങ്ങൾ വായിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഹെമറ്റോളജി ഡിസ്കഷൻസിലോ പീഡിയാട്രിക് ഓങ്കോളജി ഡിസ്കഷൻസിലോ നമ്മൾ ഇതിനെക്കുറിച്ച് ആരും അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് കേട്ടിട്ടില്ല. പക്ഷെ ഇനി ഉണ്ടാവാം, നമുക്കറിയില്ല. ഞങ്ങൾക്കറിയില്ല. ബ്ലഡ് ഗ്രൂപ്പുകൾ പലതരമാണ്. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പുകൾക്ക് ചില രോഗത്തോടൊരു അടുപ്പം, ചില രോഗത്തോടൊരു പ്രതിരോധം, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ബ്ലഡ് ഗ്രൂപ്പുകളും ബ്ലഡ് ക്യാൻസറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, ബന്ധമുണ്ട് വെച്ച് കഴിഞ്ഞാൽ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബന്ധങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തു വിചാരിച്ചോളൂ. നിങ്ങളെ മജ്ജ ഉപയോഗിച്ചിന്റെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിക്കവർ ആയി കഴിഞ്ഞാൽ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങളെ ബ്ലഡ് ഗ്രൂപ്പായി മാറും. എന്ന് പറഞ്ഞാല് ശരീരം എന്റെ ആയിരിക്കും, രക്തം നിങ്ങളെ ആയിരിക്കും. മനസ്സിലായോ? സോ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഡോക്ടർ രാകേഷ് ആണ് ഇവിടെയെങ്കിലും എന്റെ ശരീരത്തിൽ ഡോക്ടർ തന്നെ എന്റെ ബ്ലഡ് ആയിരിക്കും ഓടുക. അപ്പം നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാ? എന്റെ ബി പോസിറ്റീവ്. എന്റെ ഓ. അപ്പൊ എന്റെ ബി പോസിറ്റീവ് ഗ്രൂപ്പായി മാറും. ഐഡന്റിറ്റി തന്നെ മാറി. ബ്ലഡ് എടുത്ത് ചെക്ക് ചെയ്ത ഫീമെയിൽ ആയിരിക്കും. ഇപ്പൊ എന്റെ ചില പേഷ്യൻസിന്റെ കാരിയോടൈപ്പിങ്ങിന് വിടുമ്പോ അവർ വിളിച്ചു പറയും ഫീമെയിൽ പേഷ്യന്റിനെ വിട്ടു. എപ്പോഴും ഫോൺ ചെയ്യാം അവര്, ഇത് മെയിൽ കാരിയോടൈപ്പ് ആണല്ലോ കിട്ടുന്നത്. ഞാൻ പറഞ്ഞു ഡോണർ മെയിലാ, മെയിൽ സെൽ. അങ്ങനെയാണെങ്കിൽ ഇപ്പോ സാർ ഒരു ക്രൈം ചെയ്തു, പക്ഷേ സാറിന്റെ രക്തപരിശോധനയിൽ ഒരിക്കലും അത് കണ്ടുപിടിക്കാൻ ഞാനിപ്പോ വല്ല അങ്ങനത്തെ ക്രൈം ചെയ്ത് കഴിഞ്ഞാല് എന്റെ DNA ഫിംഗർ ബ്ലഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളേക്കും അറസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നമ്മുടെ ഫോറൻസിക് എന്ന സിനിമയുടെ സ്റ്റോറി ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ്. ടൊവിനോ തോമസിന്റെ ഫോറൻസിക്. സോ ആക്ച്വലി ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാല് ഈ ഓൾ ട്രാൻസ്പ്ലാന്റ് ഇല്ല, നമ്മളിപ്പം ട്രാൻസ്പ്ലാന്റ്, കാർഡിയാക് ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റ്, ഇതൊക്കെയാണല്ലോ കൂടുതൽ ആൾക്കാർക്ക് അറിയാം. ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഇതിനെക്കാട്ടൊക്കെ എത്രയോ ക്രോർ ടൈംസ് മോർ കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ എല്ലാ ട്രാൻസ്പ്ലാന്റും കോംപ്ലിക്കേറ്റഡ് ആണ്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു, നിന്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു വിചാരിച്ചോ. ഇതിൽ റിജക്ഷൻ ആവുകയാണെങ്കിൽ എനിക്ക് റിസ്ക് കൂടുതലുള്ള കിഡ്നിന്റെ ഫെയിൽ ആവുന്നല്ലേ. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്റെ വിചാരിച്ചോ, നിങ്ങളാണ് എന്റെ ഡോണർ. ആരെ റിജക്ട് ചെയ്യുക? നിങ്ങളെ സെൽസിനെ ഞാൻ റിജക്ട് ചെയ്യാം. പക്ഷെ അതിനേക്കാളും കൂടുതൽ ചാൻസ് ഉണ്ട് നിങ്ങളെ സെൽസ്, നിങ്ങൾ ആരാണ് കിഡ്നിനെ റിജക്ട് ചെയ്യുന്നത്? എന്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു, ഈ ട്രാൻസ്പ്ലാന്റ് കിഡ്നിനെ ആരാണ് റിജക്ട് ചെയ്യുന്നത്? എന്റെ ലിംഫോസൈറ്റ്സ് അല്ലേ, എന്റെ T സെൽസ് അല്ലേ. എന്റെ ബോഡിന്റെ സെൽസ് എന്റെ ശരീരത്തിൽ ഇല്ലാത്ത സാധനത്തിനെ റിജക്ട് ചെയ്യാൻ നോക്കുകയാണല്ലോ. എന്റെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തു, നിങ്ങളാണ് ഡോണർ എന്ന് വിചാരിച്ചോളൂ. എന്റെ പ്രതിരോധ ശക്തി അവിടെ പോയി. എന്റെ പ്രതിരോധ ശക്തി ആരേതാ? നിങ്ങളെ. അപ്പൊ നിങ്ങളെ സെൽസ് എന്ത് ചെയ്യും? എന്റെ ഓർഗനെ നശിപ്പിക്കാൻ നോക്കും. ഫുൾ ബോഡീനെ റിജക്ട് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ബേസിക്കലി ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന കണ്ടീഷൻ വളരെ അമാനുഷികമായ ഒരു സൃഷ്ടിയാണ്. ആക്ച്വലി ഇങ്ങനത്തെ ഒരു നേച്ചറിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല. കാരണം എന്റെ ബോഡി, നിങ്ങളുടെ പ്രതിരോധ ശക്തി, നിങ്ങളെ രക്തം, നിങ്ങളെ എല്ലാ സെൽസും നിങ്ങളെ. അപ്പൊ നിങ്ങളെ സെൽസ്, നിങ്ങളെ ബ്രെയിനിന് അറിയാം നിങ്ങൾ ട്രാൻസ്പ്ലാന്റ്, നിങ്ങൾ ഡോണർ ആയിരുന്നു എന്ന്. പക്ഷെ നിങ്ങളെ സെൽസിന് ബ്രെയിൻ ഒന്നും ഇല്ലല്ലോ. അവരുടെ ശരീരത്തിൽ കയറുമ്പോൾ അവരാകെ മൊത്തം കൺഫ്യൂസ് ആവും. അവർ വിചാരിക്കുന്ന ഇവിടെ എത്തിപ്പെട്ടത് എന്ന് അവർക്ക് തന്നെ മനസ്സിലാവൂല. സോ അതേ പറഞ്ഞത്, ഇതൊരു വളരെ, അതുകൊണ്ട് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഒരിക്കലും ഒരു പെർഫെക്റ്റ് സയൻസ് അല്ല. കാരണം ഏറ്റവും ഡിഫിക്കൽട്ട് തിങ് ഇൻ ദ വേൾഡ് ഇസ് ഇമ്മ്യൂൺ സിസ്റ്റം. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഇസ് ഓൾ അബൌട്ട് ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റത്തെ പറ്റിയിട്ട് ഇപ്പോഴും മനുഷ്യന്, സയന്റിസ്റ്റിനോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോ ആർക്കും കൃത്യമായിട്ടുള്ള പിക്ചർ ഒന്നും ആർക്കും വന്നിട്ടില്ല. കാരണം ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ഫങ്ഷൻസ് പല സെൽസും ചെയ്യും ഒരേ ഫങ്ഷൻസ്. അവർ തമ്മിൽ പല ഇൻട്രാക്ഷൻസും ഉണ്ടാവും. അവർ നോർമൽ സെൽസായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അപ്പം നോർമൽ ഒരാളെ ഇമ്മ്യൂൺ സിസ്റ്റം വരെ ആർക്കും ഇതുവരെ മനസ്സിലാക്കാൻ പറ്റില്ല പൂർണ്ണമായിട്ടും. ഓക്കെ, ഇമ്മ്യൂണോളജിയിൽ. അപ്പൊ ഇങ്ങനത്തെ ഒരു ആർട്ടിഫിഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ ഇമ്മ്യൂൺ സിസ്റ്റം വേറെ ആളെ ആക്കാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പറ്റി ഇത്രയും കുറേ പഠിക്കാൻ ബാക്കിയുണ്ട്. സോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആക്ച്വലി ഒരു മെഡിക്കൽ ഹ്യൂമൻ എവല്യൂഷൻ്റെ ഒരു ഹയസ്റ്റ് പീക്ക് ഓഫ് ഒരു ഇതല്ലേ, സയന്റിഫിക് അച്ചീവ്മെന്റ് ആണെന്ന് പറയാം. ഇങ്ങനത്തെ ഒരു ആരും ആലോചിച്ചിട്ടുണ്ടാകുക. മീൻസ് മനുഷ്യനുണ്ടാക്കിയ അയച്ച ദൈവം പോലും അയച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ആൾക്കാർ ചെയ്യുന്നു. ഇത്
ഒരാളെ ബ്ലഡ് മാറ്റി പ്രതിരോധ ശക്തി മാറ്റി അത് ചെയ്യുന്നു. ഇറ്റ്സ് എ ബിഗ് വണ്ടർ ആക്ച്വലി. സോ ഈ ട്രാൻസ്പ്ലാന്റ് ഇത്രയൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ട് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്. അതെ, അതായത് കിഡ്നിയും ലിവറും ഒക്കെ ലൈഫ് ലോങ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ലൈഫ് ലോങ് ഇമ്മ്യൂണോ സപ്രഷൻ എടുക്കണമല്ലോ. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ആയിട്ട് അതിൽ ലൈഫ് ലോങ് ആവശ്യമില്ല. കുറച്ച് കഴിയുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം പഠിച്ച് നിർത്തിക്കോളും അറ്റാക്ക്. അതാണ് ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ബ്രെയിൻ ഇല്ലെങ്കിലും അതിന് സ്വന്തം ഒരു എന്താ പറയാ, മറ്റേ ലേണിംഗ് പോലെ അല്ലെ, എന്താ പറയാ, റെഗുലേറ്ററി ഒക്കെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ പഠിച്ചു വരും. മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറയുന്നത് അല്ലേ. കാര്യമില്ല, ഇതാക്കാമെന്നുള്ളത്. അത് പക്ഷേ സോളിഡ് ഓർഗനിൽ നടക്കില്ല. അപ്പൊ അവർക്ക് ലൈഫ് ലോങ് ഇമ്മ്യൂണോ സപ്രഷൻ. നമ്മുടെ മാക്സിമം 1 year. അതെ, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ 1 year കഴിയുമ്പോൾ പേഷ്യൻസ് മരുന്നൊന്നും ഉണ്ടാവില്ല, അവർ ഫുള്ളി ഓക്കെ. ഈ എസ്പെഷ്യലി ബ്ലഡ് ക്യാൻസേഴ്സിനില്ലേ, ഈ ഇമ്മ്യൂൺ സിസ്റ്റം മാറ്റിയോണ്ടാണ് ക്യാൻസർ പോകുന്നത്. ഇപ്പം എനിക്ക് ലുക്കീമിയ വിചാരിച്ചോളൂ, നിങ്ങളെ സെൽസ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നിങ്ങളെ ഡോണർ, നിങ്ങളെ സെൽസിന്റെ ബോഡി തോന്നില്ല ഇതാരാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അതേപോലെ ഇതിന്റെ ക്യാൻസറിനെയും അവർ എലിമിനേറ്റ് ചെയ്യും. സോ ഇതിലൊരു ഗ്രാഫ്റ്റ് വേഴ്സസ് ലുക്കീമിയ എഫക്റ്റ്. അപ്പൊ ആ എഫക്റ്റ് ആണ് ക്യാൻസർ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ മാറ്റുന്നത്. ഇതിന്റെ ഒപ്പം ഒരു ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസും വരും. അതാണ് നമുക്ക് ആവശ്യമില്ലാത്തത്. പക്ഷെ അത് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് ചൂസ് ചെയ്യാൻ പറ്റുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ ഇമ്മ്യൂണോളജിനെ കുറിച്ച് കൂടുതൽ വേൾഡിൽ മനസ്സിലായി. പണ്ടത്തെ കാലത്തൊക്കെ എത്രയോ ഇൻഫർമേഷൻ ഇപ്പോൾ ഡാറ്റ ഉണ്ട്, എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഉണ്ട്. പക്ഷേ GVL ഗ്രാഫസ് ലുക്കീമിയ മാത്രം എഫക്റ്റ് മതി നിന്ന് ഉള്ള തീരുമാനിക്കാനുള്ള ലെവലിലേക്കൊന്നും സയൻസ് എത്തിയിട്ടില്ല. സോ ഇറ്റ് ഇസ് എ ഇംപെർഫെക്റ്റ് സയൻസ്, ഇറ്റ് ഇസ് എ ആർട്ട് എന്ന് പറയാം, ആർട്ട് വിത്ത് സയൻസ്. ഈ നമ്മുടെ കായിക താരങ്ങളൊക്കെ സ്വന്തം രക്തം സ്വന്തം ശരീരത്തിൽ തന്നെ കുത്തിവെച്ചിട്ട് ശരീരത്തിലെ രക്തകോശങ്ങളുടെ അളവ് കൂട്ടുന്നുണ്ട് കായിക ക്ഷമതയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ ബ്ലഡ് ഡോപ്പിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ശരിക്കും ഇങ്ങനെ കൃത്രിമമായിട്ട് ശരീരത്തിലെ കോശങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ സ്റ്റഡി പറയും. അല്ല, ഇത് ബേസിക്കലി ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഉള്ളത് ഹീമോഗ്ലോബിൻ ആണല്ലോ. അപ്പൊ ഹീമോഗ്ലോബിൻ കൂടുതൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ എന്താ പറയാ ഡെലിവറി ടു ദ ടിഷ്യൂസ്. അപ്പൊ നമ്മുടെ എൻഡ്യൂറൻസ് ഒക്കെ കൂടുമെന്നുള്ളത് കൊണ്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അത് 2 രീതിയിൽ ചെയ്യുന്നു. ഒന്ന് എറിത്രോപോയിറ്റിൻ ഇഞ്ചക്ഷൻ എടുത്തെടുത്ത് ചെയ്യരുത്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അത് കണ്ടുപിടിക്കാൻ പറ്റും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എറിത്രോപോയിറ്റിൻ ലെവൽസ്. എറിത്രോപോയിറ്റിൻ മജ്ജേനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എല്ലാം ഇവൻച്വലി ലിമിറ്റ് വിട്ട് എടുത്തു കഴിഞ്ഞാൽ വലിയ. പക്ഷെ ഇതും പിന്നെ വേറെ ഇപ്പൊ അത് പ്രിവെന്റ് ചെയ്യാനാണ് എറിത്രോപോയിറ്റിൻ ലെവൽ കണ്ടുപിടിക്കുന്നുള്ളത് കൊണ്ടാണ് അവര് നേരത്തെ തന്നെ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുക. അവരുടെ ഇതിനു മുമ്പ് ഇത് എടുക്കും. ബേസിക്കലി RBC ഇത് കൂട്ടുന്ന. പക്ഷെ ഇതിൽ പ്രോബ്ലം ഉണ്ട്. RBC ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ബേസിക്കലി ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടും, തിക്നെസ് കൂടും. യെസ്, എക്സാക്ട്ലി. അപ്പോൾ ഇതും നല്ലൊരു എൻഡ്യൂറൻസ്. യൂഷ്വലി സൈക്ലിംഗ്, അത്ലറ്റിക്സിലൊക്കെ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ പ്ലസ് ഇത് ബ്ലഡിന്റെ കോൺസെൻട്രേഷൻ കൂടും, പോളിസൈത്തീമിയ എന്നുള്ള സിറ്റുവേഷനിലെത്തും. അപ്പൊ ഇതിന്റെ പ്രോബ്ലം ഈസ് ത്രോംബോസിസ്. വിസ്കോസിറ്റി കൂടുമ്പോൾ ക്ലോട്ട്സ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ശ്വാസകോശത്തിലും കാലിലും ഒക്കെ ക്ലോട്ട് വരുന്നത് ക്യാൻസറിന്റെ ഒരു ലക്ഷണമാവാം. പല രീതിയിൽ എല്ലാ ക്യാൻസേഴ്സും സോളിഡ് ആണെങ്കിലും ബ്ലഡിന്റെ ക്യാൻസർ ആണെങ്കിൽ എല്ലാം പ്രോത്രോംബോട്ടിക്. അതിനൊരു ക്ലോട്ടിംഗ് റിസ്ക് ഇൻഹെറന്റ്ലി ഉണ്ട് എല്ലാ ക്യാൻസേഴ്സിനും. ഈ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഒരു വളരെ വലിയൊരു പ്രത്യേക ഒരു ടോപ്പിക്കാണ്. അപ്പം ഡോക്ടർ അജയ് പറഞ്ഞ പോലെ പോളിസൈത്തീമിയയിൽ ക്ലോട്ടിംഗ് ഉണ്ട്. അത് കാരണം എന്താണ്? ബ്ലഡിന്റെ കട്ടി കൂടുന്നത്. അതിലും പോളിസൈത്തീമിയ വീറ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ ആകുമ്പോഴാണ് അതിന്റെ റിസ്ക് കൂടുന്നത്. അതേപോലെ ഏത് ബ്രസ്റ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ, അല്ലെങ്കിൽ ഈവൻ ബ്ലഡിന്റെ ക്യാൻസേഴ്സിൽ വരെ രക്തം ബ്ലഡിൽ ചിലപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് കുറവായിരിക്കും, എന്നാൽ പോലും ക്ലോട്ടിംഗ് ടെൻഡൻസി ഉണ്ട്. അത് കാരണം എന്ന് പറഞ്ഞാൽ ക്യാൻസർ പല ക്ലോട്ടിംഗ് ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം ബോഡിയിൽ ക്ലോട്ടിംഗ് ടെൻഡൻസി കൂടും. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ 100 പേർക്ക് കാലിന് DVT വന്നു, ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. അതിന്റെ മെജോറിറ്റി പേർക്കും കാരണമൊന്നും ഉണ്ടാവില്ല. ഇഡിയോപ്പത്തിക് എന്തോ കാരണം ആർക്കും അറിയില്ല. അപ്പം അവർക്ക് നമ്മൾ വർക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50% ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബാക്കി മിക്കവാറും 50% കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈവൻ ക്യാൻസർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സാധാരണ ഒരു കാലിന് ഫ്രാക്ചറായി കിടന്നാൽ പോലും നമുക്ക് ബ്ലഡിന് ക്ലോട്ട് വരാം, DVT വരാം. ഓക്കെ, അതുകൊണ്ടാണല്ലോ പലപ്പോഴും നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ബ്ലഡ് തിന്നേഴ്സ് ഒക്കെ തന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നടക്കുന്നവരെ ക്ലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് പ്രൊവോക്ക് DVT വരും. പ്രഗ്നൻസി കഴിഞ്ഞ് 3 മാസം വരെ. പിന്നെ ഈ ഹോർമോണൽ മെഡിസിൻസിൽ ഈസ്ട്രജൻ അതൊക്കെ കഴിച്ചാൽ വരെ ക്ലോട്ടിങ് വരാം. അപ്പം അതൊക്കെ കാലിലെ ക്ലോട്ടിങ്, ലങ്സിലേക്ക് പോകുന്ന പൾമണറി എംബോളിസം, അസാധാരണ സ്ഥലങ്ങളിലുള്ള ക്ലോട്ടിങ് വരിക. ഫോർ എക്സാമ്പിൾ വയറിന്റെ വെയിൻസിൽ ക്ലോട്ട് വരിക, അല്ലെങ്കിൽ ലിവറിന്റെ വെയിൻസിൽ ക്ലോട്ട് വരിക. അപ്പോഴൊക്കെ എന്തോ പ്രശ്നം
ഉണ്ട് എന്ന് നമുക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വരും. അപ്പം ആ കേസസിലൊക്കെ അണ്ടർലൈൻ കോസസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ക്യാൻസർ ആവണമെന്നില്ല, വേറെ പല കോസസും, ജെനറ്റിക് ആയിട്ടുള്ള ക്ലോട്ടിംഗ് ടെൻഡൻസി ഉള്ള ഫാക്ടർ V ലീഡൻ മ്യൂട്ടേഷൻ, പിന്നെ എന്താ പറയുക ആന്റി ത്രോംബിൻ 3 മ്യൂട്ടേഷൻ, അങ്ങനത്തെ പല മ്യൂട്ടേഷൻസും കാരണം ജെനറ്റിക് ആയിട്ട്. ജെനറ്റിക് ആണെങ്കിലും ജന്മന ആണെങ്കിൽ പോലും അത് ജനിച്ചപാടെ ഉണ്ടാവണമെന്നില്ല, ഒരു 50 വയസ്സ് കഴിഞ്ഞാലും നമുക്ക് വരാം. പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന് 50-60 വയസ്സാകുമ്പോഴായിരിക്കും ആദ്യം ക്ലോട്ട് വരിക. ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും അവർക്ക് ഫാക്ടർ V ലീഡൻ എന്ന് പറഞ്ഞാൽ ക്ലോട്ടിംഗ് ടെൻഡൻസി ഉണ്ടാകുന്ന ഒരു ജെനറ്റിക് അസുഖമാണ്. അപ്പോൾ അവരായിരിക്കും ഞാനിപ്പോൾ 60 വയസ്സായില്ലേ, അപ്പോൾ ജനിച്ച ഇതുവരെ ഉണ്ടായില്ലല്ലോ. അത് പറഞ്ഞാൽ ജെനറ്റിക്സ് ഒരു കാരണമാണ്. ബാക്കി എല്ലാ സാഹചര്യവും ഒത്ത് വരുമ്പോഴാണ് ഇതൊക്കെ വരില്ല. എന്താ രാഹുവും കേതും ഒക്കെ ഒരുമിച്ച് ആവില്ല, അതുപോലെ എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ഇത് സംഭവിക്കുക. പക്ഷേ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ കാരണം. പക്ഷേ വെയിൻസ് കാലിലല്ലാത്ത വേറെ സ്ഥലങ്ങൾ ക്ലോട്ട് വന്നാൽ, എസ്പെഷ്യലി ബ്രെയിൻ്റെ ഉള്ളിലൊക്കെ ക്ലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും. അപ്പോൾ ഡീറ്റെയിൽ വർക്കപ്പ് ചെയ്യണം. അല്ലാത്ത പലപ്പോഴും റിക്കറൻ്റ്, ഇപ്പം നിങ്ങൾ കാർഡിയോളജിയിൽ റിക്കറൻ്റ് ആയിട്ട് DVT വരുന്ന പേഷ്യൻസ് കാണാറുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ക്ലോട്ടിങ്. അപ്പോൾ അവർക്കും എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ക്ലോട്ടിങ്ങിനെതിരെയുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലോട്ട് വരികയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അതിനകത്ത് എന്തോ പ്രശ്നം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഫർദർ നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടി വരും. പലപ്പോഴും ക്ലോട്ടിംഗ് ആയിട്ട് വരുന്ന രോഗികൾ നമ്മൾ പറയും ഇപ്പം ടെസ്റ്റ് ഒന്നും വേണ്ട, നമുക്ക് നോക്കാം, ഭാവിയിൽ ഇത് റിക്കറൻസ് വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാം, എസ്പെഷ്യലി DVT ആണെങ്കിൽ. പക്ഷെ ചില പ്രത്യേക ഒരു പേഷ്യന്റ് ഭയങ്കര വെയിറ്റ് ലോസ് വരുന്നു, വിശപ്പില്ല, അപ്പോൾ നമുക്ക് വല്ല ക്യാൻസർ ഉണ്ടോ നോക്കേണ്ടി വരും. അല്ലെങ്കിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പം ക്ലോട്ടിങ് വരിക, അപ്പോൾ ക്യാൻസർ ഉണ്ടോ നോക്കേണ്ടി, വയറിൽ ക്ലോട്ട് വരിക. അപ്പം ആ സാഹചര്യം പോലെ ഇരിക്കും ഈ ടെസ്റ്റിംഗ്. പോളിസിത്തീമിയ വീറ എന്ന് പറഞ്ഞ ബ്ലഡ് ക്യാൻസറിൽ രക്തം കട്ട പിടിക്കുന്ന കാരണം നല്ല ഹൈ റിസ്ക് ഓഫ് ക്ലോട്ടിങ്. അപ്പോൾ ഇൻഫാക്ട് ആ അസുഖത്തിൽ ഒരു വൺ ഓഫ് ദ ബ്ലഡ് ക്യാൻസർ യൂഷ്വലി ബ്ലഡ് ക്യാൻസറിൽ പ്രതിരോധ ശക്തി കുറയുന്നതുകൊണ്ടാണ് ഡെത്തും അതിൻ്റെ റിസ്ക് ഒക്കെ ഉള്ളത്. ഇതിൽ കാർഡിയോവാസ്കുലർ റിസ്ക്സ് കാരണമാണ് മിക്കവാറും ആൾക്കാർക്ക് റിസ്ക് ടു ലൈഫ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വന്നിട്ടായിരിക്കും. പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പോളിസിസ്റ്റം പേഷ്യൻസ് നമ്മളെ കാണാൻ വേണ്ടിയിട്ടായിരിക്കില്ല വരിക. പലപ്പോഴും ഇത് കാർഡിയോളജിയിൽ അഡ്മിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ന്യൂറോളജിയിൽ അഡ്മിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വയറിനുള്ളിലെ വെയിൻസ് അഡ്മിറ്റ് ആയിട്ട് ഇവിടെ ഗ്യാസ്ട്രോഎൻട്രലായിരിക്കും. അപ്പം പോളിസെത്തീമിയ, ഈ രക്തം ഡോപ്പ് ചെയ്യുന്ന കണ്ടീഷനിൽ ത്രോംബോസിസ് റിസ്ക് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ ഹയസ്റ്റ് ഉള്ളത് പോളിസെത്തീമിയ വീറ എന്ന് പറഞ്ഞ അസുഖത്തിലാണ്. സാധാരണയായി നമ്മളുടെ ജീവിതത്തിലൊക്കെ പൊതുവെ കാണുന്നതാണ് ഒരു ക്ഷീണം, തളർച്ച, നടുവേദന, കാലുവേദന. അപ്പോൾ പലപ്പോഴും നമ്മൾ അധികം അത് കാര്യമായിട്ട് എടുക്കാറില്ല. അപ്പൊ എപ്പോഴാണ് ഇതൊരു ബ്ലഡ് ക്യാൻസറിന്റെ ലക്ഷണമാണെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണോ? എസ്പെഷ്യലി കുട്ടികൾക്കൊക്കെ കളിക്കുമ്പോൾ വീഴുന്നത്, പരിക്ക് പറ്റുന്നത്, കയ്യിൽ നിറവ്യത്യാസങ്ങൾ അങ്ങനെ ദേഹത്തൊക്കെ കാണുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ റെലവെന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ കുട്ടികൾ പറയില്ലല്ലോ വേദന എന്ന്. ആ ഒരു 2 years 3 years അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതിൽ ഈ മിക്കവാറും കുട്ടികൾക്കുള്ള പ്രോബ്ലംസ് എല്ലാം നോൺ മാലിഗ്നൻ്റ് ആയി, വളരെ റെയറാണ് കുട്ടികളുടെ ലുക്കീമിയ. പക്ഷെ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഞാൻ എപ്പോഴും വാർണിംഗ് സൈൻ ആയിട്ട് പറയുന്നത് ലിംപിങ്, പെയിൻ എന്ന് പറയാം. ചിലവർ പറയും പെയിൻ ഉണ്ടെന്ന്, പക്ഷെ കുട്ടി വെയിറ്റ് ബെയർ ചെയ്യുന്നില്ല. അതായത് നടന്നുകൊണ്ടിരുന്ന കുട്ടി നടക്കുന്നില്ല, ഓർ നിൽക്കുന്നില്ല, നിൽക്കുമ്പോൾ ഒരു മുടന്തിയിട്ടുള്ള നടത്തം, ലിംപിങ്, ഇത് വാർണിംഗ് ആണ്. സോ ഇവിടെ യൂഷ്വലി അതെന്തൊക്കെ വല്ല ലിഗമെന്റിന്റെ ഇതോ സ്പ്രെയിനോ വല്ലതൊക്കെ ആയിരിക്കാം, ഓർ ചെറിയ ഫ്രാക്ചർ ആയിരിക്കാം. ബട്ട് ഇത് ഒരു വാർണിംഗ് സൈനാണ്. എന്നുവെച്ചാൽ ഇറ്റ് ഷുഡ് ബി ഇവാലുവേറ്റഡ്. ഇപ്പൊ അവിടെ ലോക്കൽ കോസസ് ഒന്നും കണ്ടില്ലെങ്കിൽ ദെൻ പ്രോബബ്ലി ആ രീതിയിൽ ഒന്ന് ചിന്തിക്കുന്നതല്ല. പക്ഷെ റെയറാണ്. ക്യാൻസറുകളുള്ളതാണ് ലിംഫോമ. ചെറിയ പനിയോ തൊണ്ടവേദനയൊക്കെ വരുമ്പോൾ നമ്മുടെ കഴുത്തിലൊക്കെ കഴലികൾ വീങ്ങുന്നത് സാധാരണമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കഴലി വീക്കവും ഈ ലിംഫോമ കാരണമുള്ള കഴലി വീക്കവും എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഈ ലിംഫോമ കാരണം ഈ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് മിക്കവാറും നോക്കുകയാണെങ്കിൽ കയലകൾ ലിംഫ് നോഡ്സ് മാത്രം ആയിട്ട് വരുന്നത് കാട്ടും കൂടുതൽ കോമൺ. പനി, വിട്ടുമാറാത്ത പനി. എന്നാൽ ഒരാഴ്ച പനീൻ്റെ മരുന്ന് കഴിച്ചു, ഇമ്പ്രൂവ് ആയിട്ടില്ല, ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ വീണ്ടും മരുന്ന് കൊടുത്തു, ഇമ്പ്രൂവ് ആയിട്ടില്ല, 2 ആഴ്ച 3 ആഴ്ച. ഓക്കെ, വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ഇപ്പം എന്താ പറഞ്ഞാൽ പലരും ജിമ്മിൽ പോകുന്നു, പലരും ഡയറ്റിങ് ചെയ്യുന്നു. അപ്പോൾ അവർ പറയും ഞങ്ങൾ ഡയറ്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ടാണ് ഞങ്ങൾ മെലിഞ്ഞതെന്ന്. പക്ഷേ എനിക്കറിയാം അത്ര എളുപ്പമല്ല മെലിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അവർ ജിമ്മിൽ പോയ പ്രകാരം അവർക്ക് 2 കിലോ കുറയാൻ പാടുള്ളൂ. പക്ഷെ അവർക്ക് ചിലപ്പോൾ 15-20 കിലോയ്ക്കും കുറയുണ്ടാവുക. എന്ന് പറഞ്ഞാൽ അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ്. ഓക്കെ, അങ്ങനത്തെ അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ്, വിശപ്പ് കുറവ്, ഫുഡിനോടുള്ള താല്പര്യക്കുറവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്ടേഴ്സ് ആയിട്ട് മനസ്സിലാവും. പക്ഷേ ഞാൻ ആദ്യം MBBS മെഡിസിൻ പോസ്റ്റിംഗ് ഉള്ളപ്പോൾ എന്നോട് എൻ്റെ കൂടെയുള്ള സ്റ്റുഡൻറ്റ്, എൻ്റെ കൂടെയുള്ള സ്റ്റുഡൻറ്റ്, ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നല്ലോ, എന്നോട് പറഞ്ഞു ഈ രോഗിക്ക് വിശപ്പില്ല.
അനോറക്സിയ. ഞാൻ ഇതെന്ത് സിംറ്റം, അങ്ങനത്തെ സിംറ്റം ഇല്ലല്ലോ. കാരണം നമ്മൾ കേൾക്കുന്നില്ലല്ലോ. ഒരാൾക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിനോട് താല്പര്യക്കുറവ് ഇല്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പറഞ്ഞാല് നമുക്ക് ഈ ഭക്ഷണം ഇഷ്ടം ഇത്, പക്ഷേ ഫുഡിനോട് താല്പര്യക്കുറവ്, അനോറക്സിയ, അങ്ങനത്തെ ഒരു സിംറ്റം ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഞാൻ MBBS ചേർന്നപ്പം ക്ലിനിക്സിൽ പോയപ്പോഴാണ് മനസ്സിലായത്. അത് വളരെ ഇമ്പോർട്ടൻറ്റ് സിംറ്റമാണ്. ഓക്കെ. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കയലകൾ, വലിയ വലിയ കയലകൾ, ചില കയലകൾ ചെറുതൊക്കെ ലിംഫ് നോഡ്സ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പം അങ്ങനെ ഇപ്പം തൊണ്ടവേദനയായിട്ട് നമുക്കൊരു കയലകൾ വന്നു വിചാരിച്ചോളൂ. അപ്പം നമുക്കറിയാലോ തൊണ്ടവേദനയാണെന്ന്. ആ തൊണ്ടവേദന പോയിട്ടും അത് ഇങ്ങനെ വലുതാവുക വിചാരിച്ചോളൂ, അത് ലിംഫോമിയ ആവാം. കയലകൾ വലുതായി വിചാരിച്ചാൽ അത് ലിംഫോമിയ ആവണമെന്നില്ല, TB ആവാമല്ലോ, അല്ലെങ്കിൽ സാധാ ഇൻഫെക്ഷനും ആവാം. ഓക്കെ. അപ്പം ഇവിടെ ഒരാൾക്ക് കയലകൾ വലുതായ കൂടുതൽ ലിംഫോമിയ ആവാനാണ് കൂടുതൽ സാധ്യതയായിട്ട് നമുക്ക് തോന്നുക. പക്ഷെ ഡൽഹിയിലൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ കയലകൾ മോർ TB കോമൺ. നമ്മൾ ഈ CT-യും MRI-യും PET സ്കാനൊക്കെ കാണുമ്പോൾ ഉറപ്പായിരിക്കും ഇത് ഏതായിരിക്കും, ലിംഫോമിയ ആണെന്ന് 100% ഉറപ്പായിരിക്കും. പക്ഷെ ബയോപ്സി വരുമ്പോൾ TB ആയിരിക്കും. അപ്പൊ അത് ഇവിടുത്തെ ന്യൂട്രീഷനൊക്കെ ബെറ്റർ ആയതുകൊണ്ട് ഇവിടെ TB ഒന്നും അത്ര കോമൺ അല്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ കോമൺ ആണ്. അപ്പം ലിംഫ് നോഡ് എസ്പെഷ്യലി വിച്ച് ഇസ് ഹാർഡ് ലിംഫ് നോഡ്, റബ്ബറി ലിംഫ് നോഡ്, ഓക്കെ, പെയിൻഫുൾ അല്ലാത്ത ലിംഫ് നോഡ്. അപ്പോൾ പെയിന് ആണല്ലോ എല്ലാവർക്കും കൂടുതൽ പേടി ഉണ്ടാവേണ്ടത്. പെയിൻ ഇല്ലാത്ത ലിംഫ് നോഡാണ് കൂടുതൽ ഡേഞ്ചറസ്. നമ്മൾ യൂഷ്വലി പെയിനുള്ള കയല വന്നിട്ടാണല്ലോ പേടിക്കുക, പെയിൻ ഇല്ലാത്തതാണ് കൂടുതൽ പ്രശ്നം. അപ്പോൾ ഇതൊക്കെയാണ് ലിംഫോമേൻ്റെ പ്രസൻറ്റേഷൻ. പിന്നെ റെയർ ആയിട്ടുള്ള കുറേ പ്രസൻറ്റേഷൻ ഉണ്ട്. എന്താ ഇമ്മ്യൂൺ മാനിഫെസ്റ്റേഷൻസ് വരാം, ചില വൈറൽ ഇൻഫെക്ഷൻസ് വരാം. ഇപ്പം വേരിയഡ് പ്രസൻറ്റേഷൻസ് ആണ്. ഹൈ കാൽഷ്യമായിട്ട് വരുന്ന ചില പേഷ്യൻസ് ഉണ്ട്. ട്യൂമർ ലൈസിസ് സിൻഡ്രോം, ഈ ക്യാൻസർ സെല്ലിൽ ഈ ലിംഫോമ വളരെ വയലൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ക്യാൻസർ സെല്ല് വയലൻ്റ് ആയിട്ട് അത് തന്നാലെ ഡിസ്ട്രോയ് ആയി പോകും. ഓക്കെ, ചില പാർട്ട് ഫുള്ള് പോവില്ല, അത് ഡിസ്ട്രോയ് ആയപ്പോൾ അതിൽ ബോഡിയിൽ നിന്ന് പൊട്ടാഷ്യം പുറത്തേക്ക് റിലീസാവും, യൂറിക് ആസിഡ് റിലീസാവും, അതുപോലെ കിഡ്നിയുടെ ഡെപ്പോസിറ്റ് ക്രിയാറ്റിൻ കൂടും. അപ്പോൾ വേരിയഡ് പ്രസൻറ്റേഷൻസ്. പലപ്പോഴും ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ബ്ലഡ് ടെസ്റ്റുകൾ. അതിൽ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് എനിക്ക് CBC, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, വളരെ ചെലവ് കുറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റ്. നമുക്കതിൽ രക്തകോശങ്ങളൊക്കെ നല്ലൊരു പ്രൊഫൈല് നമുക്കതിൽ അറിയാൻ പറ്റും. അപ്പോൾ ഒരു ജൂനിയർ ഡോക്ടറോ ഒരു ജനറൽ പ്രാക്ടീഷണറോ ഈ ഒരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ഈ ഒരു റിപ്പോർട്ട് കാണുമ്പോൾ എപ്പോഴാണ് ഇതൊരു ഹെമറ്റോളജിസ്റ്റ് കാണേണ്ട രോഗിയാണെന്ന് അവർ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ അടുത്ത് കുറേ പേഷ്യൻസ് വരാറുണ്ട്, സാർ എനിക്ക് ബ്ലഡ് ക്യാൻസർ ഉണ്ടോ എന്ന് പറഞ്ഞു തരണം എന്നിട്ട്. അപ്പോൾ ഞാൻ പറയും എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, കാരണം ബ്ലഡ് ക്യാൻസറിൻ്റെ മോർ ദാൻ 100 ടൈപ്സ് ഉണ്ടല്ലോ. ലിംഫോമ എന്ന് പറഞ്ഞ ബ്ലഡ് ക്യാൻസറിൽ പലപ്പോഴും CBC നോർമൽ ആയിരുന്നു വരാം. ലുക്കീമിയയിലാണ് മിക്കവാറും ഈ CBCയിൽ. അപ്പോൾ ലുക്കീമിയ ബ്ലഡിൻ്റെ ക്യാൻസർ, മജ്ജയിലുണ്ടാകുന്ന ക്യാൻസർ ആയതുകൊണ്ട് അത് ബ്ലഡിലേക്ക് അതിൻ്റെ പിക്ചറാണല്ലോ CBC, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. അതിൽ മോഡിഫിക്കേഷൻസ് വരാം. WBC കൂടാം, പ്ലേറ്റ്ലെറ്റ് കുറയാം, ഹീമോഗ്ലോബിൻ കുറയാം, അല്ലെങ്കിൽ WBC നോർമൽ ആണെങ്കിൽ ന്യൂട്രോഫിൽസ് എന്ന് പറഞ്ഞാൽ മെയിൻ ഇൻഫെക്ഷൻ ഫൈറ്റ് ചെയ്യുന്ന സെൽസിൻ്റെ അതിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറയാം. അപ്പോൾ അത് എളുപ്പമാണ്. ലുക്കീമിയാസിനോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ CBC യൂസ്ഫുൾ ആണ്. പക്ഷേ ലിംഫോമാസിൽ, ചില ലിംഫോമാസിൽ CBC കണ്ടാൽ മനസ്സിലാവും. പക്ഷെ ചില ലിംഫോമാസിൽ CBC ചിലപ്പോൾ നോർമൽ ആയിരിക്കും. പല ന്യൂലി ഡയഗ്നോസ്ഡ് ലിംഫോമാസിൽ, ഇപ്പം DLBCയിൽ, ഹോട്ട്സ്കിൻസ്, അതിലൊന്നും ചിലപ്പോൾ CBC വലിയ ചേഞ്ചസ് ഉണ്ടാവണമെന്നില്ല. ഓക്കെ. മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞാൽ മജ്ജൻ്റെ ക്യാൻസറിൽ പോലും ചിലപ്പോൾ CBC, ചിലർക്ക് അനീമിയ ഉണ്ടാവും, ഇത്തിരി കൂടി കഴിഞ്ഞാൽ ചിലർക്ക് പ്ലേറ്റ്ലെറ്റ്സ് കുറയും, WBC കുറയാം. പക്ഷേ മിക്കവാറും പേർക്ക് ചേഞ്ച് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അവർ ചിലപ്പോൾ കിഡ്നി ഫെയിലർ ആയിട്ട് നെഫ്രോളജിൻ്റെ അടുത്തേക്കും പോവുക, അല്ലെങ്കിൽ എന്താ സിവിയർ ബാക്ക് പെയിൻ ആയിട്ട് ഓർത്തോപെഡിക്സിൻ്റെ അടുത്തേക്കും പോവുക. അപ്പോൾ CBC വളരെ യൂസ്ഫുൾ ടെസ്റ്റ് ആണെങ്കിൽ പോലും ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ബ്ലഡ് ക്യാൻസർ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. അതിൽ ബേസിക്കലി മോർ ദാൻ എ ബ്ലഡ് ക്യാൻസർ ഒരു ഡോക്ടർ ആലോചിക്കേണ്ട, ഒരു ജനറൽ പ്രാക്ടീഷണറിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക ഇത് എന്ത് അസുഖമാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഓപ്പൺ ആയിട്ടുള്ള അപ്രോച്ച്. ബ്ലഡ് ക്യാൻസർ ആവാം, വേറെ ക്യാൻസർ ആവാം, അല്ലെങ്കിൽ വല്ല ഡെങ്കു ഇൻഫെക്ഷൻ ആവാം. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് കുറയുന്നത് ഡെങ്കുവിലും കോമൺ ആണല്ലോ. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് കുറയുന്നത് മോർ കോമൺ ഡെങ്കുവിലാണ്, ക്യാൻസേഴ്സ് ഒന്നും അത്ര കോമൺ അല്ല. ഓക്കെ. അപ്പോൾ CBC യൂസ്ഫുൾ ടെസ്റ്റാണ്, പക്ഷേ അത് നോർമലായി വെച്ചിട്ട് ഇത് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ അടുത്ത് പലപ്പോഴും ഹെൽത്ത് ചെക്കപ്പിൽ വരെ പേഷ്യൻ്റ് വരാറുണ്ട് ലുക്കീമിയ ഡയഗ്നോസ് ചെയ്തിട്ട്, അല്ലേ? നമ്മുടെ അടുത്ത് അങ്ങനെ 1, 2, 3, 4 പേഷ്യൻസ് ബൈ ചാൻസ് സീരിയസ് ലുക്കീമിയ കേട്ടോ, ചെറിയ ലുക്കീമിയ എളുപ്പത്തിൽ, ക്രോണിക് ലുക്കീമിയസ് അല്ല, അക്യൂട്ട് ലുക്കീമിയ ഇൻസിഡൻ്റലി കണ്ടുപിടിച്ച പേഷ്യൻസ് ഉണ്ട്. ഒരു സിംറ്റമും ഇല്ലാതെ കണ്ടുപിടിച്ചത്. പക്ഷെ അവർക്ക് ആക്ച്വലി അവരെ 2 ആഴ്ച കഴിഞ്ഞ് അവർക്ക് സിംറ്റംസ് വരികയായിരുന്നു. നോർമൽ ആണെന്ന് വെച്ചാൽ അല്ലെന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അബ്നോർമൽ ആണെങ്കിൽ ഈ ഞാൻ പറഞ്ഞ പാരാമീറ്റേഴ്സ് നോക്കിയിട്ട് നമുക്ക് ആലോചിക്കേണ്ടി വരും. പിന്നെ ഒരിക്കലും രോഗിക്ക് സ്വന്തം കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ CBC നോക്കിയിട്ട് ഇതിൻ്റെ ഒക്കെ നോർമലാണെന്നും
പറയാൻ പറ്റില്ല. പക്ഷെ ചില വാർണിംഗ് സൈൻസ് ഉണ്ട്. അത് കണ്ടാലേ ഹെമറ്റോളജിസ്റ്റ് അടുത്ത് റെഫർ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഉദാഹരണത്തിന് ഈ ബൈസൈറ്റോപീനിയ, 2 സെൽ ലൈൻസോ 3 സെൽ ലൈൻസോ പാൻസൈറ്റോപീനിയ, ഇത് പ്ലേറ്റ്ലെറ്റും WBCയും കുറവ്, പ്ലേറ്റ്ലെറ്റും WBCയും ഹീമോഗ്ലോബിനും കുറവ്. ഇത് ഷുഡ് ബി ഓൾ കുറവ് എന്തായാലും ഇവാലുവേഷൻ ചെയ്യണം. ബട്ട് നോർമൽ ആണെന്ന് വെച്ചിട്ട് പറയാൻ പറ്റില്ല. അതെ, അല്ല നോർമലാന്ന് വെച്ചിട്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കുറവുള്ളത് എപ്പോഴും സൈറ്റോപീനിയാസ് കാണുമ്പോൾ ഒരു വാർണിംഗ് ലൈറ്റ്. അതെ, ഈവൻ സൈറ്റോസിസ് വരെ പ്ലേറ്റ്ലെറ്റ്സ് കൂടുതൽ 6 ലക്ഷം 7 ലക്ഷം, അതും ക്രോണിക് ലുക്കീമിയാസ് ആവാം. മൈലോപ്രോളിഫറേറ്റിൻ പ്ലസ് പോളിസൈത്തീമിയ. ഇപ്പൊ ഒരു ദിവസം ഒരു OP യിൽ 3-4 പേരുണ്ട് പോളിസൈത്തീമിയ. ഈ ഹെമറ്റോളജിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഇതാണല്ലോ, ഒരു ടെസ്റ്റാണ് ബോൺ മാരോ ആസ്പിറേഷൻ ടെസ്റ്റ്. ചിലർക്കൊക്കെ എങ്കിലും അത് അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു ഭയമാണ്, അത് എങ്ങനെയാണ് മുന്നോട്ട്, അത് കഴിഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വൺ ഓഫ് ദ സേഫസ്റ്റ് പ്രൊസീജിയേഴ്സ് ബോൺ മാരോ ആസ്പിറേഷൻ. ശരിക്കും വേൾഡിൽ അതിലിപ്പോ പ്ലേറ്റ്ലെറ്റ് 0 ആണെന്ന് വിചാരിച്ചോളൂ, ലുക്കീമിയ ഉള്ള ഒരാൾ, അവർക്കും ചെയ്യാം ബോൺ സേഫ് ആയിട്ട്. ബ്ലീഡിംഗ് റിസ്ക്കും അങ്ങനെയൊന്നും ഇല്ല. പലപ്പോഴും നമുക്ക് കോൾ വരുന്നത് തന്നെ ഡോക്ടേഴ്സ് പലരും അവർക്ക് അറിയണ്ട, അവർ ചോദിക്കും പ്ലേറ്റ്ലെറ്റ് ഈസ് ഓൺലി 5000. അപ്പോൾ ഞങ്ങൾ പ്ലേറ്റ്ലെറ്റ് കയറ്റിയിട്ട് നിങ്ങൾ വരണോ അല്ലെങ്കിൽ നിങ്ങൾ ബോൺ മാരോ ഇപ്പം തന്നെ ചെയ്യുമോ എന്നാണ് നമ്മളോട് പലപ്പോഴും ചോദിക്കുക. അപ്പം നമ്മൾ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ബോൺ മാരോ ചെയ്യാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, പ്ലേറ്റ്ലെറ്റ് കയറ്റണം കുറവാണല്ലോ, ബോൺ മാരോയിൽ ഒരു റിസ്ക് ഓഫ് ബ്ലീഡിങ് കുറവാണ്. പ്രൊസീജിയർ ചെയ്തിട്ട് പലരും ഡേ കെയർ ആയിട്ട് തന്നെ 1 മണിക്കൂറിന്റെ കാര്യമുള്ളൂ. അതായത് വരിക, സാധനങ്ങൾ റെഡിയാക്കുള്ളൂ, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഒബ്സർവ് ചെയ്യുന്നു, വിടുന്നു. അത്ര സിമ്പിൾ പ്രൊസീജിയറാണ്. ഇതിൽ പേടി ആൾക്കാർക്ക് ഒന്ന് മാരകമായ രോഗങ്ങൾക്ക് വേണ്ടിയാണ് ബോൺ മാരോ ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു പേടിയും, പിന്നെ അതിന്റെ ആ ബോൺ എന്നുള്ള ഫാക്ടർ ഉള്ളതുകൊണ്ട് അവിടെ പെയിന്റെ ഒരു പേടിയും. പക്ഷെ നമ്മൾ പ്രോപ്പർലി അനസ്തറ്റൈസ് ചെയ്ത് തന്നെ ഒരു പല്ലെടുക്കുമ്പോഴോ അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യുന്ന ഒരു ഇതേയുള്ളൂ, അത്രയും ഉണ്ടാവില്ല അല്ലെ ആക്ച്വലി. അതായത് പ്രോപ്പർലി അനസ്തീഷ്യ കൊടുത്താൽ, ലോക്കൽ അനസ്തീഷ്യ കൊടുത്താൽ പെയിൻലെസ് ആയിരിക്കും. ഇപ്പൊ പീഡിയാട്രിക്കിൽ വരുമ്പോൾ ആ കുട്ടികൾക്ക് ഒരു ആങ്സൈറ്റിയുടെ കമ്പോണന്റ് ഉള്ളതുകൊണ്ട് അവർ സെഡേറ്റും കൂടി ലങ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഇതൊക്കെ നമ്മൾ ട്യൂമറിന്റെ സൈസ് അനുസരിച്ച് നമ്മൾ ഒരു സ്റ്റേജിങ് പറയാറുണ്ട്. പക്ഷെ ബ്ലഡ് ക്യാൻസർ രക്തം എല്ലായിടത്തും ഒഴുകുന്നതായതുകൊണ്ട് ഈ സ്റ്റേജിങ് എങ്ങനെയാണ് നമ്മൾ ബ്ലഡ് ക്യാൻസറിൽ ചെയ്യുന്നത്? ലുക്കീമിയക്ക് സ്റ്റേജിങ് ആയിട്ട് നമ്മൾ പറയാറില്ല. പക്ഷെ നമ്മൾ ലുക്കീമിയനെ ക്ലാസിഫൈ ചെയ്യുന്ന റിസ്ക് ആയിട്ട്, ഹൈ റിസ്ക്, ലോ റിസ്ക്, അതിന്റെ തീവ്രത. അപ്പൊ ലുക്കീമിയനെ നമ്മൾ റിസ്ക് ആയിട്ട്, അത് ഒരു ഇതില്. ലിംഫോമാസ് സോളിഡ് ഒരു കഴലയും എക്സ്ട്രാ ലിംഫാറ്റിക് ഓർഗൻസിന്റെ ഇൻവോൾവ്മെന്റ് ഉള്ളതുകൊണ്ട് അതിൽ സ്റ്റേജിങ് ഉണ്ട്. പക്ഷെ അത് എഗെയിൻ സ്റ്റേജിന് വലിയൊരു റെലവൻസ് മറ്റേതുപോലെ ഇല്ല. മറ്റേ സ്റ്റേജ് 1 വേഴ്സസ് സ്റ്റേജ് 4 വലിയ ഡിഫറൻസ് അല്ലേ. ഇതിലിപ്പോ സ്റ്റേജ് 4ഉം മോസ്റ്റ് ഓഫ് ദ ലിംഫോമാസ് സ്റ്റേജ് 4ഉം ക്യൂറബിൾ ആണ്. പല ലിംഫോമാസും സ്റ്റേജ് 4 ക്യൂറബിൾ ആണ്. സ്റ്റേജ് 1ന്റെ ക്യൂറബിലിറ്റി കൂടുതലാണ്. പക്ഷേ സ്റ്റേജ് 4 ആണെങ്കിൽ ക്യൂർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, നല്ലോണം ക്യൂറബിൾ ആവും. ഈ ഡിഫറൻസ് സോളിഡ് ഓർഗനിൽ ട്യൂമേഴ്സിൽ കാണുന്ന ഒരു ഡിഫറൻസ് ലിംഫോമയിൽ ഇല്ല. പിന്നെ റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ ആണ് നേരത്തെ പറഞ്ഞത്. ആ റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ഫീനോടൈപ്പ് ഉണ്ടല്ലോ ഡിസീസിന്റെ. ഇപ്പോൾ ലുക്കീമിയ ഫോർ എക്സാമ്പിൾ, അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എടുക്കുകയാണെങ്കിൽ B ജനറലി ഫേവറബിൾ ആണ്, T ടൈപ്പ് ഓഫ് ലുക്കീമിയ അൺഫേവറബിൾ ആണ്. അപ്പോൾ അത് ഹൈ റിസ്കിലോട്ട് പോയി. B ജനറലി ലോവർ ഇന്റർമീഡിയറ്റ് റിസ്ക് വരും. പിന്നെ നേരത്തെ പറഞ്ഞ മ്യൂട്ടേഷൻ, എന്ത് മ്യൂട്ടേഷനോ അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേഷനോ അല്ലെങ്കിൽ ക്രോമസോമൽ ഡെലീഷൻ, ജനറ്റിക് പാരാമീറ്റേഴ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ ഫേവറബിൾ കുറേ ഉണ്ട്, അൺഫേവറബിൾ കുറേ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ റിസ്ട്രാറ്റിഫൈ ചെയ്യും. പിന്നെ വേറൊന്ന് ട്രീറ്റ്മെന്റ് റെസ്പോൺസ്, ചികിത്സയ്ക്ക് ഫസ്റ്റ് സൈക്കിൾ കീമോ, അതാണ് മോസ്റ്റ് യൂസ്ഫുൾ. അപ്പൊ അതിൽ റെസ്പോണ്ട് ചെയ്ത അസുഖം ലോവർ റിസ്കിലോട്ട് പോകും, റെസ്പോണ്ട് ചെയ്യാത്തത് ഹയർ റിസ്കിലോട്ട് പോകും. ബ്ലഡ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുമ്പോൾ ചിലരെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ. ചിലർക്ക് നമ്മൾ ഈ ഷുഗറിനും BPക്കും ഒക്കെ ഗുളിക കൊടുത്തിട്ട് വീട്ടിൽ വിടുന്ന പോലെ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് തീരുമാനിക്കുക? ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ എന്ന് പറഞ്ഞ ബ്ലഡ് ക്യാൻസർ ഉണ്ട്. കേൾക്കുമ്പോൾ അതിന് ലുക്കീമിയ ആണല്ലോ. പണ്ട് കാലത്ത് നമ്മളൊക്കെ MBBS ചേരുന്ന മുമ്പ് കാലത്ത് ഈ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ വന്നു കഴിഞ്ഞാൽ അതിന് പല സ്റ്റേജും ഉണ്ട്. ഓക്കെ, ക്രോണിക് ഫേസ്, ആക്സിലേറ്റഡ് ഫേസ്, ബ്ലാസ്റ്റ് ഫേസ് വന്നാൽ സർവൈവലൊക്കെ വളരെ കുറവായിരുന്നു. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ പോലും വളരെ കുറവ് പേരെ സർവൈവ് ആയിരുന്നുള്ളൂ. ക്രോണിക് ഫേസിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തില്ലെങ്കിൽ അത് ബ്ലാസ്റ്റ് ഫേസിലേക്ക് മാറി സർവൈവൽ കുഴപ്പം വരുമായിരുന്നു. അങ്ങനെ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചു ഈ CML, ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ ഉണ്ടാവുന്നത് BCR ആൻഡ് ABL എന്ന് പറഞ്ഞ 2 ജീൻ ഒരുമിച്ച് ഫ്യൂഷൻ ശരീരത്തിനുള്ളിൽ സംഭവിക്കുന്നുണ്ട്. BCR എന്ന് പറയുന്ന ഒരു ജീൻ ഉണ്ട്, ABL എന്ന് പറഞ്ഞ ജീൻ ഉണ്ട്. അത് എല്ലാവരുടെ ശരീരത്തിലും ഉണ്ട്. പക്ഷെ CML ഉണ്ടാകുന്ന രോഗികൾക്ക് ഇത് ഒരുമിച്ച് പോയി ഫ്യൂസ് ചെയ്യും.
എന്നിട്ട് അതൊരു പ്രത്യേക ക്യാൻസർ പ്രോട്ടീൻ ഉണ്ടാക്കും. ആ ക്യാൻസർ പ്രോട്ടീനാണ് ഈ ക്യാൻസർ CML എന്ന് പറഞ്ഞ ക്യാൻസറിനെ ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇമാറ്റിനിബ് എന്ന് പറഞ്ഞ ടൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞ് ഡിസൈൻ ചെയ്തു സയൻറ്റിസ്റ്റ്. ആ എങ്ങനെ ഡിസൈൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻ ക്യാൻസർ പ്രോട്ടീനെ പോയി ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു കീ ആൻഡ് ലോക്ക് ആണ് വിചാരിച്ചോളൂ. ഇത് പോയിട്ട് ഇതിനെ ലോക്ക് ചെയ്യും, ആ പ്രോട്ടീനെ ലോക്ക് ചെയ്യും, പിന്നെ ആ പ്രോട്ടീൻ വർക്ക് ചെയ്യില്ല. ഓക്കെ, അങ്ങനെ വർക്ക് ചെയ്യാ ഈ പ്രോട്ടീൻ ഉണ്ടായതുകൊണ്ടാണ് ക്യാൻസർ ഉണ്ടായത്. അപ്പോൾ സെല്ലിലെ എല്ലാ ക്യാൻസർ സെല്ലിൻ്റെയും ഉള്ളിൽ പോയിട്ട് ഇത് എല്ലാ സെല്ലും ലോക്ക് ചെയ്ത് ആ സെല്ല് ഡിസ്ട്രോയ് ആയി പോകും. ഓക്കെ, അങ്ങനെ ഈ അസുഖത്തിന് ഒരു തുള്ളി കീമോ ഇല്ലാതെ ട്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ ഡയബറ്റീസിനും ഷുഗറിനും ഒക്കെ ഡയബറ്റീസ് സൈഡ് എഫക്റ്റിനെക്കാളും കുറവാന്ന് തോന്നുന്നു സൈഡ് എഫക്ട്. CML ആക്ച്വലി ഇത്തിരി സ്കിൻ പിഗ്മെന്റേഷൻ കുറഞ്ഞ ഇത്തിരി ഒരു വെളുക്കും, അതാണ് അതിന്റെ. അപ്പൊ ഇത് ക്രോണിക് ആയിട്ട് ഇതിങ്ങനെ ഒരു ഗുളിക, ഒരു BP ഗുളിക കഴിക്കുന്ന പോലെ കഴിച്ചുകൊണ്ട് മാനേജ് ചെയ്ത് പോവാം. അസുഖം സീരിയസ് ആണ്, പക്ഷെ ട്രീറ്റ്മെന്റ് വന്നുകൊണ്ട് അസുഖത്തിന്റെ ബിഹേവിയർ മാറി. ഓക്കെ, ഡയബറ്റീസിനെക്കാളും എത്രയോ സീരിയസ് അസുഖമാണ് CML, അതിൽ സംശയമില്ല. ബട്ട് ട്രീറ്റ്മെന്റ് വന്നോടെ ഇറ്റ് ഹാസ് ബിക്കം എ ട്രീറ്റബിൾ ആൻഡ് എ വെരി ക്രോണിക് ആൻഡ് എ ഗുഡ് ഡിസീസ് ടു ഹാവ്. പിന്നെ ഉള്ളത് CLL എന്ന് പറഞ്ഞ അസുഖമാണ്, ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ. അതിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ റൗണ്ട്സിൽ ഒരു വാർഡിൽ കുറേ പേഷ്യൻസ് അയച്ചുള്ളൂ, കുറേ CLL പേഷ്യൻ്റ്. അപ്പോൾ ഞങ്ങളും പ്രൊഫസർമാരുടെ ഡിസ്കഷൻ എന്തായിരിക്കും ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ, ഈ പേഷ്യൻ്റ് ഞാൻ ഈ കീമോ കൊടുക്കും. അപ്പോൾ ഞാൻ പറയാം അല്ല സാർ അത് കൊടുക്കാം. അപ്പോൾ സാർ പറയാം എന്താ ഇതല്ലേ ബെറ്റർ. അപ്പോൾ ഓരോ പേഷ്യൻ്റ് വരുമ്പോൾ ഏത് കീമോ കൊടുക്കണം എന്നുള്ള തർക്കമാണ് നമ്മൾ തമ്മിൽ. എല്ലാവരും കൺസൾട്ടന്റ് തമ്മിൽ തർക്കം, ഞങ്ങളും ഇവരും തമ്മിൽ തർക്കം. ഇപ്പം ഫൈനലി ആ തർക്കമില്ല. കാരണം എന്താ പറയുക, ഈ CLL കീമോയെ കൊടുക്കുന്നില്ല അപ്പം ആരും, കീമോ നിന്നു. അപ്പം ഇതേപോലെ ഇബ്രൂട്ടിനിയം എന്നൊക്കെ പറഞ്ഞ ഗുളിക വന്നു, അക്കാലിബ്രൂട്ടിൻ എന്ന ഗുളിക വന്ന് വെൽ കൺട്രോൾ ആക്കിയിട്ട് നല്ല രീതിയിൽ കൺട്രോളാക്കി മാറിയ അസുഖമായി. അപ്പം ഇതേപോലെ കുറേ അസുഖങ്ങളുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസും ഏറ്റവും ഡെഡ്ലി ആയ ഒരു ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ മാത്രമല്ല ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖമാണ് അക്യൂട്ട് പ്രോമൈലോസൈറ്റിക് ലുക്കേമിയ, APL. APML എന്ന് പണ്ട് പറയുന്നു, ഇപ്പോൾ APL എന്ന് പറയും. അതിനെന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അത് പണ്ടും നല്ല ട്രീറ്റബിൾ ആയിരുന്നു, പക്ഷെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്നാണ് മരണം സംഭവിക്കുക യൂഷ്വലി. ഓക്കെ, ട്രീറ്റ് ചെയ്താൽ പോലും സംഭവിക്കുമായിരുന്നു. അതിൽ ലിമിറ്റേഷൻസ് ഓഫ് മെഡിക്കൽ സയൻസ് ഉണ്ടല്ലോ. പിന്നെ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ചൈനയിൽ അവിടുത്തെ ചൈനീസ് മെഡിസിൻസിൽ ഈ ഇവിടുത്തെ ആയുർവേദ പോലെ അല്ലെ ട്രഡീഷണൽ മെഡിസിൻ, അവർ ഒരു പ്രത്യേക മെഡിസിൻ ഉണ്ടെന്ന് അവിടുത്തെ ഡോക്ടേഴ്സിന് മനസ്സിലായി. അവർ വഴി കീമോ ഇല്ലാതെ ഇങ്ങനെ കുറേ ഈ അസുഖം വന്ന് റിലാപ്സ് ആയ പേഷ്യൻസിൽ, റിക്കറൻസ് വരുന്ന പേഷ്യൻസിന് യൂഷ്വലി റിക്കറൻസ് വന്നാൽ പല ഡോക്ടേഴ്സും പറഞ്ഞ് ചികിത്സ ഇല്ല, നിങ്ങൾ വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവർ ട്രഡീഷണൽ ഇവരടുത്തേക്ക് പോയി. അവർ ആ മരുന്ന് കൊടുത്തിട്ട് കുറേ പേര് ക്യൂറായി. അങ്ങനെ ചൈനക്കാരെ കണ്ടുപിടിച്ചു ഇങ്ങനത്തെ ഒരു മരുന്നുണ്ട് ഈ ചൈനീസിൽ. അതിൽ ഏതാ മരുന്ന് കണ്ടുപിടിച്ചപ്പോൾ അവർ മനസ്സിലായി ആർസനിക് ആണ് കണ്ടുപിടിച്ചു. അങ്ങനെ അവർ ആർസനിക്കിനെ പ്രോപ്പർലി മാനുഫാക്ചർ ചെയ്തിട്ട് ക്ലിനിക്കൽ ട്രയൽ നടത്തി ചൈനയിൽ. ചൈന ഒരു അമേസിങ് സയന്റിഫിക് ടെക്നോളജിക്കൽ പവേഴ്സ് ഉള്ള കൺട്രിയാണ് ആക്ച്വലി. ഓക്കെ, പക്ഷെ പണ്ട് കാലത്ത് ചൈനയിൽ ഒരു പേപ്പർ പബ്ലിഷ് ആരും വിശ്വസിക്കില്ലായിരുന്നു. ഫേക്ക് പ്രൊഡക്റ്റ് എന്നുള്ളൊരു രാജ്യം എന്നുള്ളൊരു പേരുണ്ടായിരുന്നല്ലോ പണ്ട്. ചൈനീസ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അതേപോലെ ചൈനീസ് പേപ്പേഴ്സും റിസർച്ചൊക്കെ ആൾക്കാർക്ക് ആർക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല പണ്ട്. ഓക്കെ, ഇപ്പം അങ്ങനെയല്ല, ഇറ്റ്സ് എ മൈറ്റി ജയന്റ് ആണ്. ഓക്കെ, അമേരിക്കനെക്കാട്ടും പല മെഡിക്കൽ റിസർച്ചൊക്കെ ഇപ്പോൾ ചൈനയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആരും ഇത് പേപ്പർ വരെ ഇറക്കിയിട്ട് പോലും ആരും വിശ്വസിച്ചില്ല. അവർ ഇത് വെറുതെ ഉണ്ടാക്കിയ ഡാറ്റ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്ത് ചെയ്തു, യൂറോപ്യൻസും ഈ അമേരിക്കൻസും ആ സെയിം ട്രയൽ കോപ്പി അടിച്ചിട്ട് അവരെന്ത് ചെയ്തു, ഈ സ്റ്റഡി ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് പേഷ്യൻസിന് കൊടുത്തു കഴിഞ്ഞാൽ 95% മുകളിൽ 98% പേഷ്യൻസ് ക്യൂർ ആയി പോകും. ഐ മീൻ നോക്കുമ്പം അവരെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ആർസനിക് ട്രയോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഹെവി മെറ്റൽ. ഓക്കെ, അതും ഒരു വൈറ്റമിൻ എന്റെ അട്ര എന്ന് പറഞ്ഞ രൂപത്തിൽ ഹൈ ഡോസ് വൈറ്റമിൻ്റെ കോമ്പിനേഷൻ. ഇതിൽ ഒരു കീമോ ഇല്ല, ഒരു തുള്ളി കീമോ ഇല്ല, ഓൺലി വൈറ്റമിൻ ആൻഡ് മെറ്റൽ. ഇതുവഴി പേഷ്യൻ്റ് 95% മുകളിൽ ക്യൂർ ആവുന്നു. അങ്ങനെ ഈ ട്രീറ്റ്മെന്റ് ആണ് ഇപ്പം APLന്റെ മെയിൻ ട്രീറ്റ്മെന്റ്. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഇതിന് സ്റ്റാർട്ടിങ് നോക്കുകയാണെങ്കിൽ ചൈനീസ് ഹെർബൽ ട്രഡീഷണൽ മെഡിസിൻസ് ആണ് ഇത് തുടക്കം. ശരിക്കും ഈ കീമോതെറാപ്പീൻ്റെ കൂടെയൊക്കെ ഇങ്ങനെയുള്ള ഈ സൈഡ് എഫക്ട്സ് കുറയ്ക്കാനായിട്ട് ഹോമിയോ ആയുർവേദം അങ്ങനെ എടുക്കാമോ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അല്ല, ഞാൻ പറഞ്ഞ എവിഡൻസ് ഉണ്ടെങ്കിൽ എടുക്കാം. എവിഡൻസ് ഉണ്ടെങ്കിൽ എടുക്കാം, പക്ഷെ എവിഡൻസ് ഇല്ല. എവിഡൻസ് കാണിച്ചു തന്നാൽ നമുക്ക് പറയാം. നമ്മൾ മോഡേൺ മെഡിസിൻ, നമ്മൾ ആക്ച്വലി മോഡേൺ മെഡിസിൻ അല്ല, നമ്മൾ എവിഡൻസ് ബേസ്ഡ് മെഡിസിനാണ്. ആരെങ്കിലും തെളിവ് കാണിച്ചു തന്നാൽ യെസ്. ആക്ച്വലി അലോപ്പതി ആയുർവേദ ഹോമിയോ ഒന്നും ഇല്ല ആക്ച്വലി. ഓക്കെ, നമ്മൾ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ, ഓൺലി എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ. അപ്പം ഈ ആക്ച്വലി ചൈനയിലെ ഡോക്ടർമാര് അവരെന്ത് ചെയ്തു, അവർ കണ്ടു ഓക്കെ ഈ ഹെർബൽ മെഡിസിനിൽ എന്തോ ട്രഡീഷണൽ മെഡിസിനിൽ എന്തോ ഗുണമുണ്ട് പറഞ്ഞിട്ട് അവർ കണ്ടുപിടിച്ചു. അപ്പൊ അതെന്തിന്റെ ഭാഗമായി
എവിഡൻസ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് evidence പറഞ്ഞാൽ കാണിക്കാൻ എല്ലാവരും അലോപ്പതി എന്ന് പറയുന്ന സയൻസിന്റെ ഭാഗമായി, അത്രയേ ഉള്ളൂ. അതേപോലെ ഈ നാട്ടിലെ മരുന്നുകൾ ഉണ്ടല്ലോ, അതിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന മരുന്ന് ആയുർവേദയിലോ അല്ലെങ്കിൽ ഹോമിയോയിലോ ഉണ്ടെങ്കിൽ അത് ആക്ച്വലി ആൾക്കാർ സ്റ്റഡി ചെയ്ത് ക്ലിനിക്കൽ ട്രയൽ ഫോമിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് പല ന്യൂ മെഡിസിൻസ് കിട്ടില്ല. ഈവൻ മറ്റേ ഇതിന്റെ പേര് മലേറിയന്റെ മെഡിസിൻ ഇസ് ആക്ച്വലി ചൈനയിലെ മറ്റേതൊന്നും കണ്ടുപിടിച്ചതല്ല, ട്രഡീഷണൽ ഇതൊന്നും കണ്ടുപിടിച്ചതാണ്. അങ്ങനെ പല ഇപ്പം ട്രഡീഷണൽ നിന്നും മോഡേൺ ഒന്നുമില്ല. മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് പുതിയ നല്ല സാധനം കിട്ടുമോ അതൊക്കെ എടുക്കുക. അതിപ്പം ചൈനയിൽ നിന്നാണെങ്കിലും ഇന്ത്യയിൽ നിന്നാണെങ്കിലും ആഫ്രിക്കയിൽ നിന്നാണെങ്കിലും ആ ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും കൊടുക്കാം. അപ്പൊ ഡാറ്റ പറഞ്ഞ ഇതുപോലെ പറഞ്ഞ കീമോടൊപ്പം ഇങ്ങനെയുള്ള ഇത് കഴിക്കുമ്പോൾ ഒന്ന് ആ പെർട്ടിക്കുലർ കീമോയുടെ സൈഡ് എഫക്റ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ മെഡിസിന്റെ എഫക്റ്റ് സൈഡ് എഫക്ട്സ്. പിന്നെ ഇത് നമ്മുടെ മരുന്ന്, അതായത് ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മരുന്നിനോട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ ഇന്ററാക്ഷൻ എന്നുള്ളതൊക്കെ അറിഞ്ഞ് അതിനുള്ള തെളിവുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇറക്കാം. പക്ഷെ ഞങ്ങൾ ഒട്ടും കൊടുക്കാറ് പാടില്ല എന്നാണ് ഞങ്ങളെ, കാരണം തെളിവില്ല, അറിയാത്തോണ്ട് ഇല്ല ഒന്നുമല്ല. പക്ഷെ ഞങ്ങളുടെ രോഗികൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ സാറെ കീമോ ഞങ്ങൾ എടുക്കാം, ഞങ്ങൾ അതിൻ്റെ കൂടെ ഈ മരുന്നൊക്കെ എടുത്തോട്ടെ എന്ന്. ഞങ്ങൾ ഇവിടെ എടുക്കാൻ പാടില്ല. കാരണം അവർ ഞങ്ങളെ റിസ്കിൽ എടുക്കട്ടെ. ഞങ്ങളെ റിസ്ക് എന്നല്ല, അതിപ്പം ചികിത്സിക്കുന്ന ഈ മരുന്നായിട്ട് ഇതിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് അറിയില്ലല്ലോ. നാളെ എന്തെങ്കിലും സ്റ്റഡി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞങ്ങളായിരിക്കും ഇത് കൊടുക്കുക. ഈ മരുന്നുകൊണ്ട്, ചില മരുന്നുകൾ കൊണ്ട് ഗുണം ഉണ്ടായാൽ അത് എല്ലാവരും വൈഡ് സ്പ്രെഡ് ആയിട്ട് അമേരിക്ക വരെ ഉപയോഗിക്കും. മനസ്സിലായി. ഈ കുട്ടികൾക്ക് കീമോതെറാപ്പി കൊടുക്കുമ്പോൾ മാതാപിതാക്കൾക്ക് പല സംശയം ഉണ്ടാവും. പലപ്പോഴും ഈ ബുദ്ധി വളർച്ച നടക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ കീമോതെറാപ്പി ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ബുദ്ധിമാന്ദ്യം, പഠിക്കുന്നതിൽ ബുദ്ധിമുട്ട്, അങ്ങനെ എന്തെങ്കിലും? കീമോതെറാപ്പി കാരണം വരാറില്ല, ജനറലി സേഫ് ആണ്. ഇപ്പോൾ പല നമ്മുടെ ക്യാൻസർ സർവൈവേഴ്സും ഇപ്പോൾ പഠിച്ച് നല്ല നിലയിലായി ഓരോ സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ ഞാൻ RCCയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ പഴയ പേഷ്യൻസ് വരും, SSLC ഫുൾ A+, മറ്റേ അങ്ങനെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞുകൊണ്ട് ചിലർ കുറെ പേര് ഡോക്ടർ ആയവരുണ്ട്, IIT പോയവരുണ്ട്. അപ്പോൾ അങ്ങനെ കീമോതെറാപ്പി കൊണ്ട് ജനറലി ഇന്റലക്ച്വൽ പ്രോബ്ലംസും കോഗ്നിറ്റീവ് പ്രോബ്ലംസും വരാറില്ല. റേഡിയേഷൻ കൊണ്ട് വരാം. ക്രേനിയൽ റേഡിയേഷൻ എന്നുള്ളത് പണ്ട് ഞാൻ പറഞ്ഞ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ 90% ക്യൂർ ഉള്ളത് പഴയ പ്രോട്ടോക്കോളിൽ ഒരു റേഡിയേഷൻ ആഡ് ചെയ്തിരുന്നു. അതൊരു ചെറിയ, ഇപ്പോഴും പല സ്ഥലങ്ങളിലും റേഡിയേഷൻ കൊടുക്കേണ്ട സാധ്യത ചില കേസുകളിൽ വേണ്ടി വരാറുണ്ട്. പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തപ്പം പണ്ട് അതൊരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോളിന്റെ ഭാഗമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളതിൽ റേഡിയേഷൻ ബ്രെയിനിലോട്ട് കൊടുക്കുമ്പോൾ അത് എത്രയും ചെറിയ പ്രായത്തിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പെർമനന്റ് എഫക്റ്റ്, കോഗ്നിറ്റീവ് എഫക്റ്റ്, ബുദ്ധി സംബന്ധമായ എഫക്റ്റിൽ അതിലൊരു പ്രശ്നം വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ 2 വയസ്സിന് താഴെ അല്ലെങ്കിൽ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് റേഡിയേഷൻ കൊടുക്കാറില്ല. ഈവൻ ബ്രെയിൻ ട്യൂമേഴ്സ് വന്നു, കാരണം അതാണ് അതിന്റെ മെയിൻ ചികിത്സ. അപ്പൊ പോലും നമ്മൾ കീമോതെറാപ്പി, ഹൈ ഡോസ് കീമോതെറാപ്പി വെച്ച് റേഡിയേഷൻ ഓവർകം ചെയ്ത് ചികിത്സിക്കാനാണ് നോക്കുക. കാരണം 2-3 ഇയേഴ്സ്, ആ ഫസ്റ്റ് 2 ഇയേഴ്സിലാണ് ഏറ്റവും ബ്രെയിൻ വളരുന്നത്. ഈ 2-3 ഇയേഴ്സിന്റെ ഉള്ളിൽ നമ്മൾ റേഡിയേഷൻ കൊടുക്കുമ്പോൾ വളരുന്ന ബ്രെയിനിന് റേഡിയേഷൻ കിട്ടിയാൽ ഭയങ്കര പ്രശ്നം. ഇനി വളർന്ന ബ്രെയിനിന് റേഡിയേഷൻ കിട്ടിയാലും അതിന്റെ ഒരു ചെറിയൊരു വളർച്ച പിന്നെയും നടക്കുമല്ലോ. അപ്പോൾ പീഡിയാട്രിക് ബ്രെയിനിലോട്ടുള്ള റേഡിയേഷൻ ഒരു പ്രശ്നമാണ്. ഈ ക്യാൻസർ ചികിത്സയുടെ കാര്യത്തിൽ മറ്റൊരു വിപ്ലവം സൃഷ്ടിച്ച ഒന്നാണ് ഇമ്മ്യൂണോതെറാപ്പി. നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സെൽസിനെ ബൂസ്റ്റ് ചെയ്ത് നമ്മളുടെ ശരീരത്തിലെ ക്യാൻസർ കോശങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമല്ലേ CAR-T സെൽ തെറാപ്പി എന്ന് പറയുന്നത്? അപ്പോൾ അതിനെ പറ്റി ഒന്ന് പറയാമോ? ഇപ്പം പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ ക്യാൻസർ ഫീൽഡിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ബ്ലഡ് ക്യാൻസറിന്റെ ഗവേഷണമായിരുന്നു. ഓക്കെ, അങ്ങനെ പലപ്പോഴും ഹെമറ്റോളജി ഇസ് ദ സ്പേസ് പ്രോഗ്രാം ഓഫ് മെഡിസിൻ എന്ന് പറയല്. ഓക്കെ, ഇത്തിരി കാലം കഴിഞ്ഞ് ഈ ഇടയായിട്ട് ഫോർ ലാസ്റ്റ് 5-6-10 ഇയേഴ്സ് ഇമ്മ്യൂണോതെറാപ്പി വന്നപ്പോൾ എന്തുപറ്റിയെന്ന് പറഞ്ഞാൽ സോളിഡ് മെഡിക്കൽ ഓങ്കോളജി റെവല്യൂഷൻ ക്രിയേറ്റ് ആയി. കാരണം അത്രയും കാലം ഹെമറ്റോളജി എന്നിങ്ങനെ നിരയിൽ നിന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ക്യാൻസേഴ്സ്, ബ്ലഡ് ക്യാൻസേഴ്സ്, സോളിഡ് ഓർഗൻ ക്യാൻസേഴ്സിലെ ഓപ്ഷൻസ് വളരെ കുറവായിരുന്നു പണ്ട്. ഇമ്മ്യൂണോതെറാപ്പി വന്നതോടെ അത് ഭയങ്കര റെവല്യൂഷണലൈസ് ആയി, സോളിഡ് ഓർഗൻ ക്യാൻസേഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇമ്മ്യൂണോതെറാപ്പി ഇൻ ജനറൽ എല്ലാ ഓങ്കോളജി ഫീൽഡിനും അത് റെവല്യൂഷണലൈസ് ചെയ്തു. ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസറിൽ CAR-T സെൽ എന്ന് പറഞ്ഞ ഇമ്മ്യൂണോതെറാപ്പിയാണ് മാക്സിമം ഇതിന് റെവല്യൂഷണലൈസ് ചെയ്തത്. അപ്പം ഞങ്ങളുടെ അടുത്ത് പണ്ട് ALL, അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ B ടൈപ്പ്, ALL എന്ന് പറഞ്ഞ അസുഖം വരുന്ന പേഷ്യൻസ് പലപ്പോഴും അസുഖം തിരിച്ചു വരുമ്പോൾ അവർ ഔട്ട്കംസ് വളരെ മോശമായിരുന്നു, എസ്പെഷ്യലി അഡൽട്സിന്. കുട്ടികൾക്ക് പലപ്പോഴും നമ്മൾ കീമോ കൊടുത്ത് ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്ത് ശരിയാവുന്ന കുറേ പേരുണ്ടായിരുന്നു. അഡൽട്ടിൽ ഉണ്ടെങ്കിലും അത് അത്ര ഉണ്ടായിരുന്നില്ല. ഓക്കെ,
ഈ കാർ ടി സെൽ തെറാപ്പി വന്നതോടെ പണ്ട് നമ്മൾ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരു ഓപ്ഷനും ബാക്കിയില്ല എന്ന് പറയുന്ന പേഷ്യൻസിന് ഇപ്പോൾ ഒരു ഓപ്ഷനായിട്ട് മാറി. അതിലെന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഒരു പേഷ്യൻറ്റിന് BALL എന്ന് പറഞ്ഞ അസുഖം തിരിച്ചു വന്നു. ആ പേഷ്യൻറ്റ് കീമോ ചെയ്ത് വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ ഫുൾ കൺട്രോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഫുൾ കൺട്രോൾ കിട്ടാതെ BALL നിന്നും കുറേ കാലം നമുക്ക് പേഷ്യൻറ്റ് സർവൈവ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് തന്നെ സെൽസ് എടുക്കും, ബ്ലഡ് വഴി വലിച്ചെടുക്കും, അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാതെ വലിച്ചെടുക്കും. എന്നിട്ട് അത് നമ്മൾ ലാബിലേക്ക് അയക്കും. T സെൽസ് എന്ന സെൽസിനെ ലാബിലേക്ക് അയക്കും. അവരെ T സെൽസിൻ്റെ ലാബ് മോഡിഫൈ ചെയ്യും, പല വൈറൽ ഇതൊക്കെ വെച്ച് ജനറ്റിക് മോഡിഫിക്കേഷൻ ചെയ്ത് ലുക്കീമിയനെതിരെ അതിൻ്റെ മുകളിൽ കോശങ്ങൾ ഘടിപ്പിക്കും. എന്ന് പറഞ്ഞാൽ റിസപ്റ്റേഴ്സ് ഘടിപ്പിച്ചിട്ട് അതിനെ ഒരു എന്താ പറയുക, ഒരു T സെൽ മീൻസ് ലുക്കീമിയനെ വയലൻ്റ്ലി ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരു സെല്ലാക്കി മാറ്റും ലാബിൽ. ഞാൻ പറഞ്ഞുതരാം. അപ്പം ഒരു പേഷ്യൻ്റ് ലുക്കീമിയ ഉണ്ട്, BALL ആണ്, നമുക്ക് കാർ ടി സെൽ തെറാപ്പിക്ക് ഇൻഡിക്കേഷൻ ഉണ്ട് വിചാരിച്ചോളൂ. ഓക്കെ, ആ പേഷ്യൻ്റ് നമ്മൾ സെല്ല് വലിച്ചെടുക്കും, ലാബിലേക്ക് അയക്കും. ലാബ് വിൽ ടേക്ക് അറൗണ്ട് 3 weeks ഈ സെല്ല് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ അത് പേഷ്യൻറ്റ് തിരിച്ച് കൊടുക്കും. പേഷ്യൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ചെറിയ കീമോതെറാപ്പി ഒക്കെ കൊടുത്ത് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുക. ഇത് ശരീരത്തിൽ പോയി കഴിഞ്ഞാൽ ഇത് ക്യാൻസർ സെൽസിനെ കാണുമ്പോൾ തന്നെ അത് വയലൻ്റ്ലി പോയി അതിനെ അറ്റാക്ക് മാത്രമല്ല ചെയ്യും, അത് ഡിവൈഡും ചെയ്യും. എന്നാൽ 1, 1000, 10 അങ്ങനെ കൂടി വളർന്ന് അത് ഫുള്ള് വയലൻ്റ് ആയിട്ട് ഇതിനൊക്കെ ഡിസ്ട്രോയ് ചെയ്യും. എവിടെയൊക്കെ ലുക്കീമിയകൾ അവിടെയൊക്കെ പോയിട്ട് അത് കണ്ടുപിടിച്ചിട്ട് അത് പോയി ഡിസ്ട്രോയ് ചെയ്യും. കീമോ എന്ന് പറഞ്ഞാൽ ഒരു 1 time ഇവൻ്റ് ആണല്ലോ. കീമോ കൊടുത്തു പോയി, ബാക്കിയുള്ള സെൽസ് വീണ്ടും ഉണ്ടാവും. അപ്പോൾ അതാണ് വീണ്ടും കീമോ കൊടുക്കുന്നത്. ഇതെന്താണ് ഒറ്റ ഡോസ് കൊടുത്താൽ ഇത് ജീവനുള്ള സെല്ലായതുകൊണ്ട് ലിവിങ് ഡ്രഗ് എന്ന് അതിന് പറയാം. അപ്പം എന്ത് പറ്റും, അത് വീണ്ടും സ്വന്തം ഡിവൈഡ് ചെയ്ത് ഈ എല്ലാ ലുക്കീമിയ സെൽസിനെയും അത് പോയി ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ, അങ്ങനെ എന്ന് പറഞ്ഞാൽ പണ്ട് ഈ വീട്ടിലേക്ക് അയക്കുന്ന പേഷ്യൻസ് പാലിയേഷൻ, ഓക്കെ, അതിൽ സർവൈവൽ 0 ആണല്ലോ. ഈ കാർ ടി സെൽസ് വന്നതോടെ ഒരു 50 to 60% ആൾക്കാർ ക്യൂറബിളായി മാറി അവരിൽ. അപ്പോൾ അത് വലിയ നമ്പറാണ്. പണ്ട് 0% സർവൈവ് ഉള്ളവർക്ക് അതിലൊരു 100 പേർക്ക് ഇപ്പോൾ ഒരു 50-60% ആൾക്കാർ രക്ഷപ്പെട്ട് നോർമൽ ലൈഫിലേക്ക് ജീവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയാൻ കാരണം തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ തെറാപ്പി ആയതുകൊണ്ടാണ്. സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ റീപ്രോഗ്രാം ചെയ്ത് അതിനൊരു ആർട്ടിഫിഷ്യൽ സെല്ലായി മാറ്റി, ഒരുതരം ആർട്ടിഫിഷ്യൽ സെൽ, കൈമറിക് പേര്, കാർ ടി സെൽ എന്ന് പറഞ്ഞാൽ കൈമറിക് ആൻറ്റിജൻ റിസപ്റ്റർ T സെല്ലാണ്. അത് കൺവേർട്ട് ചെയ്ത് ബോഡിയിലേക്ക് അയച്ച് എന്നിട്ട് ഒരു സ്പെഷ്യൽ ഫോഴ്സസ് പോലെയാണ് ബേസിക്കലി, എന്നിട്ട് അതിന് പോയിട്ട് ഡിസ്ട്രോയ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മൾ ഈ ചികിത്സ ഒരാൾക്ക് തീരുമാനിക്കുമ്പോൾ ഇത് കമ്പൈൻ ചെയ്ത് ഇപ്പോൾ കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി അങ്ങനെ കമ്പൈൻ ചെയ്യാറുണ്ടോ? അതോ കമ്പൈൻ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഹോട്ട്സ്കിൻ ലിംഫോമ അതാണ് അതിന്റെ ക്ലാസിക്കൽ ഹെമറ്റോളജിയിൽ സോളിഡ് ഓർഗനിലാണ് കോഡ് ഓഫ് ഇമ്മ്യൂണോതെറാപ്പി ഉള്ളത്. പക്ഷെ ബ്ലഡ് ക്യാൻസർ, ഹോട്ട്സ്കിൻ ലിംഫോമയിൽ ഇമ്മ്യൂണോതെറാപ്പിക്ക് വലിയ റോളുണ്ട്. കാർ ടി സെല്ലാണ് വേറെ ഉള്ളത്. ഓക്കെ, പിന്നെ ബ്ലിൻസൈറ്റോ ഇതൊരു ഇമ്മ്യൂണോതെറാപ്പിയാണ്. ടെക്ലിസ്റ്റമാബ് എന്ന് പറഞ്ഞ മരുന്നുണ്ട്, മൾട്ടിപ്പിൾ മൈലോമ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കഥയാണ്. എന്ന് പറഞ്ഞാൽ ഈ മൈലോമയിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് പല മരുന്നുകൾ എടുത്ത് റിലാപ്സ് ആയി അവസാനം പേഷ്യൻസിന് റെസ്പോൺസ് ഒന്നും ഉണ്ടാവില്ല മരുന്ന് ബാക്കി. ഓക്കെ, അപ്പോൾ പുതിയൊരു മരുന്ന് കണ്ടുപിടിച്ചു ടെക്ലിസ്റ്റമാബ്. അത് കൊടുക്കുമ്പോൾ എന്തിട്ട് പറഞ്ഞാൽ അത് ഇങ്ങനെ സെല്ല് ഉണ്ടാക്കൊന്നും വേണ്ട, നമുക്ക് പേഷ്യൻറ്റിലേക്ക് നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുക്കും. ആ ഇഞ്ചക്ഷൻ ബോഡിനുള്ളിലേക്ക് പോയി ഒരു ആൻറ്റിബോഡിയാണ്. ഒരറ്റത്തു നിന്ന് ആൻറ്റിബോഡി ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സെൽ T സെല്ലിനെ എടുക്കും, ഇപ്പുറത്ത് കൂടി ക്യാൻസർ സെല്ലിനെ എടുക്കും. എന്നിട്ട് രണ്ടിനും കൂടി ഫ്യൂസ് ചെയ്യിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ ആൻറ്റിബോഡീൻ്റെ ക്യാൻസർ സെല്ലേക്ക്, ഒരു കയ്യിൽ ഇമ്മ്യൂൺ സിസ്റ്റം ആയിരിക്കും. രണ്ടുപേരും കൂടി അടുത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്തൊരു ആ T സെല്ല് ഈ ക്യാൻസറിനെ ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ അത് ആൻറ്റിബോഡിയാണ്, പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം, കാരണം അത് ഡിവൈഡ് ചെയ്യില്ലല്ലോ ആൻറ്റിബോഡി സ്വന്തം. സെല്ലാകുമ്പോൾ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഇപ്പോൾ ഇനി ഉള്ളതെല്ലാം ഇമ്മ്യൂണോതെറാപ്പിയാണ്. അതെ, കാരണം ഇനി പുതിയ കീമോ ഒന്നും ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. കീമോ എല്ലാം ഒരുവിധം ഡ്രഗ്സ് എല്ലാം ആയി. ഇനി ഇമ്മ്യൂണോതെറാപ്പി അല്ലെങ്കിൽ ടാർഗറ്റഡ് തെറാപ്പി കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് പ്രോബബ്ലി ആഡ് ടു കീമോ ആൻഡ് റെഡ്യൂസ് കീമോയുടെ സൈഡ് എഫക്റ്റ് കുറയ്ക്കുക. ഇപ്പോൾ ഇത് തന്നെ ഈ ഹോട്ട്സ്കിൻ ആണ് അങ്ങനത്തെ അതിൻ്റെ ഒരു എക്സാമ്പിൾ. അതിൽ ഇമ്മ്യൂണോതെറാപ്പി ആഡ് ചെയ്യുന്നു, പ്രശ്നമുള്ള കീമോ മാറ്റുന്നു. അപ്പോൾ കീമോയുടെ ടോക്സിറ്റി കുറയും, എഫിക്കസി കൂടും. അപ്പം ഞങ്ങൾ പറഞ്ഞുതരാം. ഇപ്പം ഞങ്ങൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പം ഞാനും അജയും കുറേ പേഷ്യൻസിനെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു, കുറേ പേഷ്യൻസിനെ കീമോതെറാപ്പി കൊടുക്കുന്നു, ഇൻറ്റൻസീവ് കീമോതെറാപ്പി കൊടുക്കുന്നു, കാർ ടി സെൽ തെറാപ്പി കൊടുക്കുന്നു. ഇവിടെ ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, പേഷ്യൻ്റ് ഇങ്ങനെ ചികിത്സിച്ചുകൊണ്ടേയിരിക്കുന്നു, റൗണ്ട്സ് എടുക്കുന്നു, ഇത് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഞങ്ങളുടെ ഡ്രീം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്യാതിരിക്കുക, ഒരു പേഷ്യൻറ്റ് കീമോ കൊടുക്കാതെ ഇരിക്കുക,
ഒരു പേഷ്യൻറ്റിനും ഈവൻ കാർട്ടി സെൽ തെറാപ്പി പോലത്തെ ട്രീറ്റ്മെന്റ് ഇല്ലേ, അത് നല്ല രസമുള്ള ട്രീറ്റ്മെന്റ് ഡോക്ടർ മീൻസ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ട്രീറ്റ്മെന്റ്. ഓക്കെ, പക്ഷേ നമ്മൾ രോഗിനെ അഡ്മിറ്റ് ആക്കുന്നു, അതിന് കുറേ ചിലവ് ആവുന്നു, പേഷ്യന്റ് അതിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. കാർട്ടി സെൽ തെറാപ്പി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ സൈഡ് എഫക്ട് ഇല്ലാന്നല്ല, നല്ല സിവിയർ ലൈഫ് ത്രെറ്റനിങ് സൈഡ് എഫക്ട്സ് വരെ വരാം. ഇതൊന്നും ഇല്ലാതെ ഈ CML എന്ന് പറഞ്ഞ അസുഖത്തിൽ ഇമാറ്റിനിവ് ഉള്ള റെവല്യൂഷൻ ആയില്ലേ, അങ്ങനെ ഒരു ദിവസം വരും എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റിന് അഡ്മിഷൻ വേണ്ട, ഒരു പേഷ്യന്റും ബ്ലഡ് ടെസ്റ്റ് പോലും അധികം വേണ്ടി വരില്ല. അവർക്ക് വളരെ ചീപ്പായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 1000 രൂപേനെ കുറവുള്ള മരുന്നുകൾ വഴി ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്തായാലും ഒരു 20 years കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞങ്ങളെ ഇന്നെയും ഡോക്ടർ അജയനൊക്കെ നോക്കിയിട്ട് അടുത്ത തലമുറ ഉണ്ടല്ലോ, ഒരു 20 കൊല്ലം അവർ നമ്മളെ നോക്കി ചിരിക്കും. ഇവര് ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പണ്ട് വളരെ പ്രാകൃതമായ രീതിയിൽ കീമോതെറാപ്പി ഒക്കെ കൊടുത്ത് പേഷ്യന്റിനെ ചികിത്സിച്ച പഴഞ്ചൻ ഡോക്ടർമാരെന്ന് പറഞ്ഞ ശരിക്കും എന്നാണ് ഞങ്ങളെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. നമ്മുടെ ആക്ട്രസ് മമത മോഹൻദാസ് അവര് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അതായത് അവർക്ക് ഹോട്ട്സ്കിൻ ലിംഫോമ രണ്ടാമത് വന്നു. അപ്പോൾ രണ്ടാമത് വന്ന സമയത്ത് അവർ US പോയൊരു ക്ലിനിക്കൽ ട്രയലിന് വിധേയമായി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ ക്ലിനിക്കൽ ട്രയൽ? അവരെ ഫുൾ കേസ് ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല, പക്ഷേ ഈ ക്ലിനിക്കൽ ട്രയൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. ബട്ട് ഐ തിങ്ക് ആ ട്രയൽ അന്ന് പറഞ്ഞ ഈ ഇമ്മ്യൂണോതെറാപ്പി ഡ്രഗ് അന്ന് ക്ലിനിക്കൽ ട്രയലായിട്ട് അന്ന് അവിടെ പരീക്ഷണം നടക്കുന്ന സമയമായിരുന്നു. ഇന്ന് നമ്മളിവിടെ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കും. അതാണ് ഞങ്ങളിങ്ങനെ കൊടുത്തിട്ട് ഡ്രഗ് വാസ് അത് നിവലുമാബ് ഏതോ ഒരു ഇമ്മ്യൂണോ അതായിരുന്നു. സോ അന്ന് ഇത് റിലാപ്സ് റിഫ്രാക്ടറി കേസസിന് ആയിട്ട് ഇത് ഒരു ക്ലിനിക്കൽ ട്രയൽ, കാരണം അത് വർക്ക് ചെയ്യോ ഇല്ലേ, അത് റിയൽ വേൾഡിൽ അതിന്റെ എഫിക്കസി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്ന് ക്ലിനിക്കൽ ട്രയൽ നടക്കുന്നത്. അത് ഡ്രഗ് ഡെവലപ്പ് ചെയ്ത സ്ഥലം US ആയതുകൊണ്ടായിരിക്കാം അവിടെ നടന്നത്. നൗ അതിപ്പോ അവര് അതേപോലത്തെ പേഷ്യൻസിൽ അതിന്റെ സക്സസ് കാരണം അതിപ്പോ സ്റ്റാൻഡേർഡ് ആയി. അത് ക്ലിനിക്കൽ ട്രയലിന്റെ ആവശ്യം നമ്മുടെ ഫാർമസിയിലുണ്ട് മരുന്ന്. ഈ നമുക്ക് കീമോതെറാപ്പിയിലേക്ക് തിരിച്ചു വരാം. നമ്മൾ കീമോതെറാപ്പി കൊടുക്കുമ്പോൾ നമ്മുടെ എല്ലിൻ്റെ മജ്ജയിലുള്ള നല്ല കോശങ്ങളെയും ഇവ നശിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പലപ്പോഴും പ്രതിരോധ ശക്തി വല്ലാണ്ട് താന്നു പോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അതാണ് പ്രശ്നം. അതാണ് കീമോതെറാപ്പി ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത്. കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ വാക്സിൻസ് ഒക്കെ കൊടുക്കാറുണ്ട്, മെമ്മറി സെൽസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോയി കഴിഞ്ഞ് ഇവർക്ക് നമ്മൾ റീവാക്സിനേഷൻ കൊടുക്കണമെന്ന് പറയാറുണ്ടോ? കറക്റ്റ്, റീവാക്സിനേഷൻ കൊടുക്കണം. കാരണം പല അക്വയർ ചെയ്ത ആ വാക്സിനേഷന്റെ ഇതെല്ലാം പോയി കാണും. അപ്പോൾ ജനറലി 6 months ആഫ്റ്റർ കീമോതെറാപ്പി തീർന്നതിന് ശേഷം ഒരു 6 മാസം കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇമ്മ്യൂൺ സിസ്റ്റം തിരിച്ച് പഴയതുപോലെയാണ്. ഗ്യാപ്പ് കൊടുത്താലേ ഉള്ളൂ ഇത്, ഈ വാക്സിൻ കൊടുത്താലും വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ 6 months കഴിഞ്ഞ് നമ്മൾ റീവാക്സിനേറ്റ്. ഈവൻ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാലും റീവാക്സിനേഷൻ ചെയ്യേണ്ടി വരും. പിന്നെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എല്ലാ വാക്സിൻ ചെയ്യാൻ പറ്റില്ല, ലൈവ് വാക്സിൻ കൊടുക്കില്ല. അപ്പോൾ ഇതിലൊക്കെ നമ്മുടെ മൂലകോശങ്ങളല്ലേ ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിലൊക്കെ? സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാല് ഒരു മദർ സെൽ, അതിൽ നിന്നാണ് എല്ലാ സെല്ലും വരുന്നത്, അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ ഓപ്പറേഷൻ ഒന്നും ഇല്ല. എസ്പെഷ്യലി ക്യാൻസറിലെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല. നിങ്ങളാണ് ഡോണറെങ്കിൽ നിങ്ങൾ ബ്ലഡ് വഴി തന്നെ എടുക്കുക ചെയ്യുക. ഈ നമ്മളെ പ്ലേറ്റ്ലെറ്റ്സ് ഡൊണേറ്റ് ചെയ്യില്ലേ, അതുപോലത്തെ ഒരു മെഷീനിലേക്ക് ആ മെഷീൻ വലിച്ചെടുക്കും. എന്നിട്ട് ആ സ്റ്റെം സെൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് തരും. എന്നിട്ട് അത് പേഷ്യൻറ്റിന് നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുക. അതും പേഷ്യൻ്റ് ഓപ്പറേഷൻ ചെയ്യില്ല, ബ്ലഡ് കൊടുക്കുന്ന പോലത്തെ ഒരു പ്രൊസീജിയറിൽ സെൻട്രൽ ലൈൻ വഴിയാണ് നമ്മൾ ഇത് ഇഞ്ചക്ഷൻ വഴി കൊടുക്കുകയാണ് ചെയ്യുക. അത് ബ്ലഡ് വഴി പോയി ഹാർട്ടിൽ പോകും, ഹാർട്ട് അതിന് പമ്പ് ചെയ്യുമ്പോൾ അത് ബോൺ മാരോയിലേക്ക് സ്വന്തം എത്തും ഈ സ്റ്റെം സെൽസ്. ആ സ്റ്റെം സെൽസ് അവിടെ പോയി കഴിഞ്ഞാൽ അത് മദർ സെല്ല, വിത്ത് പോലെയാണ്. വിത്ത് നമ്മൾ ഇതാക്കൂലേ ഫാർമിൽ, അതുപോലെ അത് ബോൺ മാരോ ആണ് അതിൻ്റെ ലാൻഡ്. അവിടെ പോയി നിന്ന് അവിടെ ജെർമിനേറ്റ് ചെയ്ത് എല്ലാ സെൽസും WBC, പ്ലേറ്റ്ലെറ്റ്സ്, റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞ എല്ലാ സെൽസും അതിൻ്റെ പ്രിക്കർസറും എല്ലാം അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിൽ പേര് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ആണെങ്കിൽ പോലും ബോൺ മാരോ എടുക്കേണ്ട ആവശ്യമില്ല. ആ ബോൺ മാരോ ഉത്ഭവിക്കുന്ന സെല്ല് എന്ന് പറഞ്ഞാൽ സ്റ്റെം സെൽ മാത്രം എടുത്തിട്ട് ആണ് നമ്മൾ ആക്ച്വലി ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിന്റെ ഒരു ഓർഗനും അല്ല, ഒരു ടിഷ്യൂ അല്ല, സെല്ലുലാർ തെറാപ്പിയാണ് ആക്ച്വലി തെറാപ്പിയാണ്. അതിൽ പിന്നെ ഒരു ഓപ്പറേഷനും ഇല്ല. എല്ലാവരും അതാ വിചാരിക്കുന്നത് ഓപ്പറേഷൻ, മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നൊക്കെ മലയാളത്തിൽ പേപ്പറിലൊക്കെ എഴുതുന്നു. ശസ്ത്രക്രിയ ഞങ്ങൾക്ക് സർജറി ഒന്നും അറിയില്ല. ബ്ലഡ് ക്യാൻസർ ട്രീറ്റ്മെന്റുകൾക്ക് വർഷങ്ങൾക്ക് ശേഷം വരുന്ന സൈഡ് ഇഫക്ട്സ്, അങ്ങനെ മാതാപിതാക്കൾക്ക് പല സംശയങ്ങളും ഉണ്ടാവും. അതിലൊന്നാണ് ഈ ഇൻഫെർട്ടിലിറ്റി. വന്ധ്യത വരുമോ, കുട്ടികൾ വളരുമ്പോൾ വർഷങ്ങൾക്ക് വളർന്ന് വലുതാവുമ്പോൾ അവർക്ക് വന്ധ്യത ഉണ്ടാകുമോ, അങ്ങനെ ഒരു സംശയം ചോദിക്കാറുണ്ട്. അത് കുട്ടികളിലാണ് കൂടുതൽ, അഡൽസിലും വരാം, പക്ഷെ കുട്ടികളിൽ എസ്പെഷ്യലി കൂടുതൽ. അത് മെയിൽ ചിൽഡ്രൻ.
കാരണം പീഡിയാട്രിക് ക്യാൻസേഴ്സ് ക്യൂറബിൾ ആണെങ്കിൽ പോലും വെരി കീമോതെറാപ്പി ഡിപ്പെൻഡൻറ്റ് ക്യാൻസേഴ്സ് അല്ല, അതിൻ്റെ ട്രീറ്റ്മെൻറ്റേ ഫുൾ ഹൈഡോസ് കീമോ. കാരണം പീഡിയാട്രിക് കേസസ് കുട്ടികൾ കീമോതെറാപ്പി നന്നായി ടോളറേറ്റ് ചെയ്യും. വി ഗീവ് ഹൈഡോസ് കീമോതെറാപ്പി എസ്പെഷ്യലി സോളിഡ് ഓർഗൻ ക്യാൻസേഴ്സിൽ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വന്ധ്യത വരാം. അതിൻ്റെ ആൺകുട്ടികൾക്ക് കൂടുതലാണ്, പെൺകുട്ടികൾക്കും വരാം. അപ്പോൾ ഈ ട്രീറ്റ്മെന്റിന് മുൻപ് ഈ അപ്പൊ അത് കറക്റ്റ് ആണ്. ട്രീറ്റ്മെന്റിന് മുമ്പ് ഇപ്പൊ അഡൽട്ട് ആണെങ്കിൽ യു ക്യാൻ സ്പേം സേവ് ചെയ്ത് വെക്കാം. ഫീമെയിൽസ് ആണെങ്കിൽ ഊസൈറ്റ്സ് ഹാർവെസ്റ്റ് ചെയ്തിട്ട് ക്രയോ പ്രിസർവ് ചെയ്ത് വെക്കാം. പീഡിയാട്രിക്കിലെ അഡോളസൻസ് പ്യൂബർട്ടി അച്ചീവ് ചെയ്ത ഒരു കുട്ടിക്ക് ഇതെല്ലാം ചെയ്യാം. പക്ഷെ അതിന് മുമ്പുള്ള കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അവിടെ റിസർച്ച് അതൊരു സ്റ്റാൻഡേർഡ് ഒരു പ്ലാൻ ആയിട്ടില്ല. ഈ ടെസ്റ്റിക്കുലർ ടിഷ്യൂ എടുത്തിട്ട് ക്രയോ പ്രിസർവ് ചെയ്ത് വെക്കാം, ഒവേറിയൻ ടിഷ്യൂ എടുത്തിട്ട് ക്രയോ പ്രിസർവ് ചെയ്ത് വെക്കാം. പക്ഷെ അഗെയിൻ അതൊരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളല്ല, അത് സ്റ്റിൽ ഇറ്റ്സ് ബീയിങ് റിസർച്ച്ഡ്. പക്ഷെ അതിൽ നമുക്കൊരു കൺസേൺ ഉള്ളത് പല ബ്ലഡ് ക്യാൻസേഴ്സ് ആണെങ്കിൽ, ബ്ലഡ് ക്യാൻസർ എസ്പെഷ്യലി ടെസ്റ്റിക്കുലർ ഇൻവോൾവ്മെന്റ് ഒവേറിയൻ ഇൻവോൾവ്മെന്റ് ഉണ്ട്, അതിൽ ക്യാൻസർ സെല്ല് പൊളിഞ്ഞിരിക്കാം. ഇതൊരു തിരിച്ച് ഉപയോഗിക്കുമ്പോൾ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ശരിക്കും ഈ ക്യാൻസർ ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകുമ്പോൾ മാനസിക സമ്മർദ്ദം രോഗിക്കും ഉണ്ടാവും, രോഗിയെ നോക്കുന്ന ആളുകൾക്കും ഉണ്ടാവും. കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും അവർ പല രീതിയിലുള്ള മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകും. അപ്പോൾ ഈ കെയർ ഗീവേഴ്സിനോട് എന്താണ് സാറിന് പറയാനുള്ളത്? ഈ ക്യാൻസർ ഡയഗ്നോസ് ആയ പേഷ്യൻസിന് നല്ല സ്ട്രെസ് എന്തായാലും ഉണ്ടാവും. അത് നാച്ചുറലാണ് സ്ട്രെസ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് പലരും പല രീതിയിലേക്കും ആ സ്ട്രെസ്സിനോട് റിയാക്ട് ചെയ്യുക. അത് ആ പേഴ്സണാലിറ്റീൻ്റെ മുകളിലും ആ പേഴ്സൻ്റെ മേക്കപ്പ് പോലെ ആയിരിക്കും. ചിലർക്ക് വളരെ സിവിയറായ ക്യാൻസേഴ്സ് ആയിരിക്കും, പക്ഷെ അവർ വളരെ അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന പേഷ്യൻസ് ഉണ്ടാവും. ചിലർക്ക് വളരെ സീരിയസ് ആയിരിക്കില്ല, പക്ഷെ അത് കേൾക്കുമ്പോൾ ക്യാൻസർ ഡയഗ്നോസിസ് വരുമ്പോൾ അവർ ചിലപ്പോൾ മാനസികമായി തകർന്നു പോവാം. പലപ്പോഴും ഇത് പേഴ്സണാലിറ്റി ട്രേറ്റ്സും പേഴ്സണാലിറ്റിയുടെ പോലെ ആണ് അവരെ റെസ്പോൺസ് ഉണ്ടാവുക. അതേപോലെ കെയർ ഗീവേഴ്സിൻ്റെ പേഴ്സണാലിറ്റിയും അവരെ മെൻ്റൽ മേക്കപ്പ് പോലെയാണ് അവർ പലപ്പോഴും ഇതായിട്ട് പ്രതികരിക്കുക. അപ്പോൾ ഇതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഡയഗ്നോസിസ് പേഷ്യനോട് എപ്പോഴും പറയണം. അഡൽട്ട്സ്, കുട്ടികൾക്ക് പറഞ്ഞില്ലെങ്കിലും ഓക്കെ, പക്ഷേ വലിയ ആൾക്കാർക്ക് എപ്പോഴും ഡയഗ്നോസിസ് നമ്മൾ ഒളിച്ചു വെക്കുന്നത് അത്ര കറക്റ്റ് ആയിട്ടുള്ള ഇതല്ല. അപ്പം ഡയഗ്നോസിസ് അറിഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ക്ലിയർ പ്രൊഗ്നോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ ഓപ്റ്റിമിസ്റ്റിക് ആവാതെയോ അല്ലെങ്കിൽ ഓവർ പെസിമിസ്റ്റിക് ആവാതെയോ റിയലിസ്റ്റിക് പിക്ചർ നമുക്ക് പേഷ്യനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ആസ് എ ഡോക്ടർ. അങ്ങനെ പറയുമ്പോൾ അവർക്ക് കൃത്യതയിൽ മനസ്സിലാവും ഈ അസുഖത്തിൻ്റെ നേച്ചർ എന്താണ്, എത്ര ശതമാനം ക്യൂറബിലിറ്റിയാണ്, എത്ര കാലം സർവൈവൽ ഉണ്ട്, ലൈഫ് ലോങ് സർവൈവൽ ആണോ, ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എയിം എന്താ, പാലിയേറ്റീവ് എയിം ആണോ, ക്യൂറേറ്റീവ് എയിം ആണോ. ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ അവർക്ക് മോർ ഇൻഫർമേഷൻ കിട്ടി അവർക്ക് അവരെ ലൈഫ് പ്ലാൻ ചെയ്യാനുള്ള അവസരം കിട്ടും. രണ്ടാമത്തെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ കൂടുതൽ ഇൻവോൾവ് ആവും. അതായത് പേഷ്യൻ്റ് സ്വന്തം ചികിത്സയിൽ അവർ ഇൻവോൾവ് ആവും. പലപ്പോഴും ക്യാൻസർ ഉണ്ട് എന്ന് പല പേഷ്യൻസിൻ്റെ കുട്ടികൾ മീൻസ് ചിൽഡ്രൻ പറയും, അച്ഛനോടോ അമ്മയോടോ പറയേണ്ട അവർക്ക് ക്യാൻസർ ആണ്, കാരണം അവർക്ക് അത് ഇതാക്കാൻ പറ്റില്ല. അങ്ങനെ പറയാത്ത കേസ് ഞങ്ങൾ പറയും. പറയാത്ത കേസസിൽ എന്ത് പറ്റുന്ന പറഞ്ഞാൽ പേഷ്യൻസ് യൂഷ്വലി കോപ്പറേറ്റീവ് ആയിരിക്കില്ല. അവരെ വിചാരിത് വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും അസുഖമായിരിക്കും, ഇപ്പം ആൾക്കാർ മരുന്ന് മിസ്സാക്കൂലേ, അതുപോലെ അസുഖത്തിന് സീരിയസ്ലി അവർ കാണുന്നത് കുറയും. അതുകൊണ്ട് ഞങ്ങൾ നിർബന്ധമായി അസുഖം എല്ലാവരോടും പറയും. പിന്നെ ഇത് ഞാൻ പറഞ്ഞത്, ഇത് ഡോക്ടർ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക. ഓക്കെ, റിയൽ ഫാക്ച്വൽ എവിഡൻസ് എന്താണുള്ള സ്ഥിതി കൊടുക്കുക. ബാക്കിയൊക്കെ ഫാമിലീൻ്റെ ഫ്രണ്ട്സ്, പേഷ്യൻ്റ്, അത് അവരെ റിയാക്ഷൻ എങ്ങനെ ഉള്ള പോലെ ഇരിക്കും. നമുക്ക് അവരെ ട്രീറ്റ്മെൻറ്റ് ബെസ്റ്റ് രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് നമ്മളെ ജോലി. മോറൽ സപ്പോർട്ട് കൊടുക്കുന്നത് നമുക്ക് വലിയ ഉത്തരവാദിത്തം ഉണ്ട്. പക്ഷേ അതെന്താണ്, നമ്മളെപ്പോഴും അവരെ കൂടെ ഇല്ലാത്തതുകൊണ്ട് അതിനൊരു ലിമിറ്റേഷൻസ് എപ്പോഴും ഉണ്ടാവും. അപ്പം ആക്ച്വലി ഇന്ത്യയിൽ ഉള്ളത് സൈക്കോ ഓങ്കോളജി, ഓങ്കോ സൈക്കാട്രി, അതൊക്കെ ഇന്ത്യയിൽ ഉണ്ടാവേണ്ട ആവശ്യമാണ്. പക്ഷെ അതൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളതിന് ട്രെയിൻഡ് ആണോ വെച്ചാൽ ഗ്രീഫ് കൗൺസിലറും എല്ലാം നമ്മൾ തന്നെ നമ്മൾ ട്രെയിൻഡ്, അതിനുവേണ്ടി ട്രെയിൻഡ് ആണോ വെച്ചാൽ ജോലി ചെയ്ത് നമുക്കറിയാം എന്താ ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ഈ ജോലി തിരക്കെന്ന് പറഞ്ഞാൽ പല പേഷ്യൻസും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ പേഷ്യൻറ്റിന് ആ സമയം ഉണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഇത്തിരി കൂടെ അതിനൊരു ഇക്കോ സിസ്റ്റം ഇതൊക്കെ ഡെവലപ്പ് ആക്കണം. കൂടുതൽ സൈക്കോ ഓങ്കോളജിസ്റ്റ് ഉണ്ടാവണം.
പിന്നെ ഇതൊക്കെ ഡിഫിക്കൽട്ട് ഡയഗ്നോസിസ് ആണ്. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുണ്ട്, നമ്മുടെ രോഗികൾ ഈ റിലേറ്റീവ്സ് അല്ല ചിലപ്പോൾ ഡോക്ടർ നമ്മൾ തന്നെ ഓവർ ഓപ്റ്റിമിസ്റ്റ് ആക്കി പേഷ്യന്റ് പറയുന്നതൊന്നും ചിലപ്പം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ല. സൈഡ് എഫക്ട്സ് ഇപ്പം പേഷ്യന്റിന് ക്യാൻസർ ആണ്, അവർക്ക് ട്രീറ്റ്മെന്റ് കാരണം സൈഡ് എഫക്ട് വന്നു, അല്ലെങ്കിൽ അസുഖം കാരണം വല്ല പെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓവർ ഓപ്റ്റിമിസം ചെയ്ത് അവർക്ക് ഒരു നെഗറ്റീവ് ഇൻഫർമേഷൻ പറയുന്നവരൊക്കെ പേടിയാവും അവർക്ക് പേഷ്യന്റിന്. കാരണം അവർക്ക് ഒരു ഇതായിരിക്കും, നമ്മൾ സിംറ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലുള്ളവർ പരാജയപ്പെട്ടു, അല്ല ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് പരാജയപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾ പറയില്ല, ഞങ്ങളെല്ലാം സഹിച്ചിരിക്കും. അപ്പൊ രോഗിക്ക് ഒരു അവസരം കൊടുക്കണം, രോഗിക്ക് പറയാനുള്ളതൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള, ഈവൻ നെഗറ്റീവ് ആണെങ്കിൽ പോലും. ഇത് ഈ ഒരു ക്യാൻസർ എന്ന് പറഞ്ഞ വലിയൊരു ഡയഗ്നോസിസിൽ നെഗറ്റീവ് തോട്ട്സ് കോമൺ ആണ്. അത് സപ്രസ് ചെയ്യാതിരിക്കുന്നതാണ് ബെസ്റ്റ്. അത് രോഗിയാണെങ്കിലും കെയർ ഗിവർ ആണെങ്കിൽ പോലും. കെയർ ഗിവറിനും അങ്ങനെ, കെയർ ഗിവർ രോഗിനോട് പറയാൻ പറ്റില്ല, പക്ഷെ കൂടെയുള്ള ആൾക്കാരോട് പറയാം. അപ്പം രോഗീനെയോ കൂടെയുള്ള റിലേറ്റീവ്സിനോ ജഡ്ജ് ചെയ്യാതിരിക്കുന്നതാണ് കൂടെയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അവർക്ക് ജഡ്ജ് ചെയ്യുന്നതിന് പകരം അവർക്ക് സപ്പോർട്ട് കൊടുക്കുക ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ ജോലിത്തിന് ഹെൽപ്പ് ചെയ്യുക. പലപ്പോഴും എല്ലാം പൈസ ആവണമെന്നില്ല. ഒരു ബൈസ്റ്റാൻഡർ വീട്ടിൽ വേറെ കുട്ടികൾ നോക്കാൻ ആരും ഉണ്ടാവില്ല, അവരെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക, അല്ലെങ്കിൽ ബ്ലഡ് കൊടുക്കുക. ഏറ്റവും വലിയ കാര്യം പോയി ബ്ലഡ് കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ആ മെന്റൽ സ്ട്രെസ്സിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് എന്ത് ഒരാളെ കൗൺസിൽ ചെയ്താലും നമ്മളാരും സൈക്കോളജിസ്റ്റ് ഒന്നും അല്ലല്ലോ, കൂടുള്ളവരും ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ അവരെ അങ്ങനെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കുക. എന്തുകൊണ്ടാണ് നിനക്ക് ക്യാൻസർ വന്നത്, നീ സ്മോക്ക് ചെയ്തുകൊണ്ടാണോ വന്നത്, അങ്ങനത്തെ ഒരു നല്ല അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഇല്ല, അതുകൊണ്ടൊന്നും ഗുണം ചെയ്യാൻ പോകുന്നില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കുക. സാമ്പത്തികമായി സഹായം ചെയ്യുക, ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ട് സഹായിക്കുക, വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് സഹായിക്കുക. അവർക്ക് ഫണ്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൽ നിന്നുള്ള കുറേ സ്കീംസും അതിലൊക്കെ നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് റിലേറ്റീവ്സിനും പേഷ്യൻറ്റിനെ സഹായിക്കുക. അങ്ങനെ പല രീതിയിലും സഹായിക്കാം. ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ എത്രത്തോളം ആ രോഗിക്ക് അവരുടെ സാധാരണ ജീവിത ശൈലിയിലേക്ക് തിരിച്ചു പോകാൻ കഴിയും? പ്രത്യേകിച്ച് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കുട്ടികളുടെ ക്യൂറബിൾ ആണല്ലോ മെജോറിറ്റി ഓഫ് ദ ക്യാൻസർ 90%. ജനറലി. അപ്പോൾ അവർ ആ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ സ്കൂളിലോട്ട് തിരിച്ചു പോകാറുണ്ട്. ഇപ്പോൾ ALL അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയയിൽ ആ 6 months ഒരു ഇന്റൻസീവ് കീമോതെറാപ്പി ഉണ്ട്. അത് കഴിഞ്ഞാൽ മെയിൻ്റനൻസാ, ടാബ്ലറ്റ് കഴിച്ചാൽ മതി, കീമോയുടെ ഗുളിക. ആ സമയത്ത് കുട്ടികൾ സ്കൂളിൽ പോകും. അവരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് എന്തെങ്കിലും അങ്ങനെ നമ്മൾ ഉപദേശിച്ചു? ഈ കീമോ കഴിഞ്ഞതിന് ശേഷം ജനറലി അവരെ ഞാൻ പറയും ഒരു സ്പെഷ്യൽ കെയറും വേണ്ട, ലെറ്റ് ദം ആക്ട് ലൈക്ക് നോർമൽ ചിൽഡ്രൻ. അത് പല പാരൻസും കീമോ കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞും സ്കൂളിൽ വിടാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു ഓവർ കെയർ അതിൻ്റെ ആവശ്യമില്ല. ആ കുട്ടിക്ക് ഒരു നോർമൽ ലൈഫ് കിട്ടേണ്ടതാണ്. അതേ ട്രീറ്റ്മെന്റ് കാരണം കുറച്ച് പോയി, ബാക്കിയുള്ളതും കൂടി കളയാതിരിക്കുക. അപ്പോൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്ത കുട്ടികൾക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്, പക്ഷെ അതൊരു സമയം കഴിഞ്ഞ് അതിന്റെ ഇതെല്ലാം പോകും. പിന്നെ ALL മെയിൻ്റനൻസ് എടുക്കുമ്പോൾ സ്കൂളിൽ പോകുന്നവർക്ക് ചെറിയ പനി ജലദോഷം ഒക്കെ വരാം. പനി വരുമ്പോൾ അഗൈൻ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക, കൗണ്ട് ചെക്ക് ചെയ്യുക. ഡിസീസ് ടു ഡിസീസ് കീമോ എടുക്കുമ്പം ഡയറ്റ് വളരെ സിമ്പിൾ ആണ്. ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന നോർമൽ ആൾക്ക് കഴിച്ചാൽ ദിവസം. ഓക്കെ, അപ്പൊ എനിക്ക് തന്നെ ഒരു 4 മാസം മുമ്പ് ഫുഡ് പോയ്സണിങ് ഉണ്ടായിട്ട് ബുദ്ധിമുട്ടായി. ഓക്കെ, അപ്പം അങ്ങനത്തെ എന്തായാലും കഴിക്കാതിരിക്കുക, ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാതിരിക്കുക, പഴകിയ ഭക്ഷണം കഴിക്കാതിരിക്കുക. ഈ മുട്ടയൊക്കെ പുഴുങ്ങി കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്, പക്ഷെ നല്ലോണം പുഴുങ്ങണം. അതിൽ ബാക്ടീരിയ ഒക്കെ കാരണം ഫുഡ് പോയ്സണിങ് ഉണ്ടായ പേഷ്യൻസ് ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മീറ്റൊക്കെ കഴിക്കണേ, ഫ്രഷ് മീറ്റ് ഇമീഡിയറ്റ്ലി കുക്ക് ചെയ്തിട്ട് കഴിക്കുക. ഈ ഫ്രൂട്ട്സും എല്ലാ ഫ്രൂട്ട്സൊന്നും കഴിക്കാൻ പറ്റില്ല. ചില ഫ്രൂട്ട്സിന് ഈ മരുന്നുകളൊക്കെ ആയിട്ട് ഇൻട്രാക്ഷൻ ഉണ്ട്. അത് ഡോക്ടറോട് ചോദിക്കണം ഏതൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ എന്താ ഞാൻ പറഞ്ഞാൽ പാല് എല്ലാവരും ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പാല് കൊടുക്കട്ടെ, ഞങ്ങളെ വീട്ടിൽ സ്വന്തം പശുവാണ്, ആ പശുവിന് തന്നെ ഞങ്ങൾ പാല് കറക്കി ഞങ്ങൾ കൊടുക്കും പോരെ. അപ്പം ഞങ്ങൾ പറയും പാടില്ല, നിങ്ങൾ മിൽമാൻ്റെ പാല് മാത്രം കൊടുത്താൽ മതി എന്ന് പറയും, അല്ലെ അമൂലിൻ്റെ. കാരണം അത് പാസ്ചറൈസ്ഡ് പാലാ, വീട്ടിലിരുന്ന് പാസ്ചറൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതിൽ ബാക്ടീരിയ ഉണ്ടാവും. തിളപ്പിച്ച പാലും പാസ്ചറൈസ് പാലും രണ്ട് വേറെയല്ലേ. ഈ ബ്രൂസെല്ല പോലുള്ള സാധനങ്ങളൊക്കെ വരാനല്ലോ. ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിച്ചുകൊണ്ടൊന്നും പ്രതിരോധ ശക്തി ഒന്നും കൂടാനൊന്നും പോകുന്നില്ല. ഐ മീൻ അത് ടേസ്റ്റിന് വേണ്ടി കഴിക്കാം. ശരിക്കും ബ്ലഡ് ക്യാൻസർ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത്? അവരുടെ മെൻസ്ട്രേഷൻ, പ്രഗ്നൻസി, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ബ്ലഡ് ക്യാൻസർ ബാധിക്കുന്നത്? ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ അടുത്ത് കുറേ പേഷ്യൻസ് ലിംഫോമ അല്ലെങ്കിൽ ലുക്കീമിയ ആയിട്ട് കുറേ പേഷ്യൻസ് വരാറുണ്ട്.
പലപ്പോഴും ലിംഫോമയിലും ലുക്കീമിയയിലും ഒക്കെ നമ്മൾ ക്യൂറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്യാൻസർ സ്റ്റേജ് 4 ആയ ലിംഫോമയിൽ വരെ നമ്മൾ പലപ്പോഴും അസുഖം പൂർണ്ണമായി മാറാനാണ് നമ്മളെ പ്രയത്നം. ഓഫ് കോഴ്സ് പേഷ്യൻ്റ് റിലേറ്റീവ്സിന് പേഷ്യൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മളെപ്പോഴും ഈ ട്രീറ്റ്മെൻറ്റ് എസ്പെഷ്യലി കീമോതെറാപ്പി ഉള്ളപ്പോൾ പേഷ്യൻസിനോട് പ്ലാനിങ് ഓഫ് കീമോ, എന്താണ് കീമോ കൊടുക്കാൻ പോകുന്നത്, എന്താണ് അതിൻ്റെ സൈഡ് എഫക്റ്റ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. ഞാൻ പറയുന്ന സൈഡ് എഫക്ട്സ് വലിയ വലിയ സൈഡ് എഫക്ട്സ് പലപ്പോഴും പറയേണ്ടി വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ, ലൈഫ് ത്രെറ്റനിങ് ഇൻഫെക്ഷൻ റിസ്ക്, കാർഡിയാക് കോംപ്ലിക്കേഷൻസ് റിസ്ക്. ഇതൊന്നും അത്ര കോമൺ അല്ലെങ്കിലും ഇതൊക്കെ ഉണ്ടാവാം, ഈ റിസ്ക് ഒക്കെ ഉണ്ടാവാം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും, എസ്പെഷ്യലി ഫീമെയിൽ പേഷ്യൻസിന് അങ്ങനെ വലിയ ടെൻഷനോ ബുദ്ധിമുട്ടോ ഒന്നും ഞാൻ കാണാറില്ല. ഓക്കെ, പക്ഷേ അതൊക്കെ കഴിഞ്ഞ് അവർ ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കും നമ്മളോട്, ഹെയർ ലോസ് വരുമോ? ഓക്കെ, പല കീമോതെറാപ്പിയിലും ഹെയർ ലോസ് വരണമെന്നില്ല. എസ്പെഷ്യലി കീമോ അല്ലാത്ത ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ചില കീമോ അല്ലാത്ത ടാബ്ലറ്റ്സ് ഒക്കെ വഴി അല്ലെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി വഴിയൊക്കെ നമുക്ക് പല ക്യാൻസർ ഇപ്പോൾ ചികിത്സിക്കാൻ പറ്റും. പക്ഷെ ചില കീമോതെറാപ്പിയിൽ, ചില ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഹെയർ ലോസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അവർ ചോദിക്കുക, ഹെയർ ലോസ് ഉണ്ടാവുമോ? അപ്പം നമുക്ക് ഉണ്ടാവുമെന്ന് പറയേണ്ടി വരുമല്ലോ. അപ്പം നമ്മൾ ഉണ്ടെന്ന് പറയുമ്പോൾ അവർ പലപ്പോഴും മെൻ്റലി ടോട്ടലി ഡൗൺ ആയി പോകും. കാരണം ഒരു ഫീമെയിലിന് ഹെയർ ലോസ് എന്ന് പറഞ്ഞത് വലിയൊരു മെൻ്റൽ ആൻഡ് ഇമോഷണൽ ട്രോമയാണ്. ഓക്കെ, അത് തുടക്കത്തിൽ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ട്രെയിനിങ് ചെയ്യുന്ന കാലത്ത് നമുക്കത് മനസ്സിലാവില്ലെങ്കിലും ഓവർ എ പീരീഡ് ഓഫ് ടൈം മനസ്സിലായി. ഫോർ എ ഫീമെയിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം അങ്ങനെ അതൊരു വലിയൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടാക്കുന്നതാണ്. അതൊരു ജെന്യുവൻ പ്രോബ്ലമാണ്. അത് നമുക്ക് മീൻസ് വളരെ സ്മോൾ ആയിട്ട് ഒരിക്കലും കാണാൻ പറ്റില്ല. ഓക്കെ, അതിന് സൊല്യൂഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഹെയർ ലോസ് ഉണ്ടാവുന്നതിനെക്കാട്ടും എല്ലാവർക്കും പേടി ഞങ്ങൾക്ക് ഹെയർ ലോസ് സംഭവിച്ചത് എല്ലാവരും കാണുന്നതാണ് കൂടുതൽ പേടി. അതാണല്ലോ, കാരണം ഹെയറിന് വേറെ ഫങ്ഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പലർക്കും നമ്മൾ ഹെയർ റിമൂവ് ചെയ്തിട്ട് വിഗ് വെക്കാനുള്ള ഓപ്ഷൻസ് കൊടുക്കും. അപ്പോൾ പലപ്പോഴും എന്ത് പറ്റുന്ന, കീമോ കൊടുത്ത് കഴിഞ്ഞ് റിക്കവറി ആയി കഴിഞ്ഞ് ഇത്തിരി കാലം കഴിയുമ്പോഴത്തേക്കും മുടി തിരിച്ചു വരും. മുടി തിരിച്ചു വരുമ്പം വിഗിൻ്റെ ലെവലിലേക്ക് എത്തുമ്പോൾ വിഗ് ഊരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഹെയർ ലോസ് ഉണ്ടായെന്ന് പല ആൾക്കാർക്കും മനസ്സിൽ പോലും ആവില്ല. ഓക്കെ, അപ്പം പലപ്പോഴും എൻ്റെ OPD വരുന്ന ഫോളോ അപ്പിന് വരുമല്ലോ കീമോ എടുക്കുന്ന പേഷ്യൻസ്. അപ്പോൾ ഞാൻ ആലോചിക്കും, ഇവർക്ക് ഹെയർ ലോസ് ഉണ്ടായിട്ടില്ലേ എന്ന് ഞാൻ ആലോചിക്കും. ഞങ്ങൾ പലപ്പോഴും അതാ ആലോചിക്കുന്നത്, ഹെയർ ലോസ് കീമോയിൽ ഉണ്ടാവേണ്ടതാണല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കും, ഹെയർ പോയിട്ടില്ലേ അല്ലേ? അപ്പോൾ അവർ പറയും, അല്ല സർ ഇത് വിഗ്. നമുക്ക് പോലും മനസ്സിലാവില്ല ഇത് വിഗാണെന്ന്. അപ്പോൾ ഇത് നല്ലൊരു വളരെ ഓപ്ഷനാണ്. ഇത് വളരെ പ്രൊഫഷണലി ഇത് നമ്മൾ ഒരു വിഗാണെന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിൽ ഉണ്ടാക്കുന്ന സെൻറ്റേഴ്സൊക്കെ ഉണ്ട് ഇത്. അപ്പം അത് വളരെ ഒരു ഹെൽപ്ഫുൾ സർവീസാണ് ഈ ഇതിൻ്റെ. പിന്നെ ഈ ഹെയർ ലോസിന്റെ പറയുകയാണെങ്കിൽ അത് ഓൾമോസ്റ്റ് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയൊരു സാധനം, മുടി കീമോ കഴിഞ്ഞാൽ തിരിച്ചു വരും. അതെ, എന്ന് പറഞ്ഞാൽ ഹെയർ എന്തായാലും തിരിച്ചു വന്നിരിക്കും. ഓക്കെ, മുമ്പ് ഉണ്ടായിരുന്ന ഹെയർ തിരിച്ചു വരും. യെസ്, സംഭവം ബെറ്ററും വരാം, ചിലപ്പോൾ ബെറ്ററും വരാം, കുറച്ചുകൂടി തിക്കാൻ, ചിലക്ക് കേളി ആയിട്ട് വരും ഹെയർ. അതെ, ഹെയർ മാറിപ്പോകും ചിലപ്പം. ഇവരുടെ ആർത്തവം എങ്ങനെയാണ് എഫക്റ്റഡ് ആവുക? യെസ്, അതൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കീമോ എടുക്കുമ്പോൾ ഇതുപോലെ മജ്ജയിലെ ബാക്കിയുള്ള സെൽസിനെ അത് അഫക്റ്റ് ചെയ്യും. പ്ലേറ്റ്ലെറ്റിന്റെ കുറവ് വരാം, ആ ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ടാവും. ആ സമയത്ത് ആർത്തവം കുറച്ച് റിസ്കി ആവാനോ അല്ലെങ്കിൽ പ്രൊലോങ്ഡോ അല്ലെങ്കിൽ കുറച്ച് ഹെവി ആയി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അറ്റ് റിസ്ക് ഫീമെയിൽസിന് കീമോതെറാപ്പി നൽകുമ്പോൾ നമ്മൾ മിൻസ്ട്രൽ സപ്രഷൻ ചെയ്യും ഫോർ ദ ഡ്യൂറേഷൻ ഓഫ് കീമോതെറാപ്പി. അപ്പോൾ ജനറലി 6 monthsോ 4 monthsോ 4 ബ്ലീഡിങ് വന്നാൽ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ കൊടുത്ത് നമ്മൾ കൺട്രോൾ ചെയ്യാറുണ്ട്. ബട്ട് വി ട്രൈ, അത് ഹോർമോണൽ, അത് ഗൈനക് കൺസൾട്ടേഷൻ്റെ ഹെൽപ്പ് അവർ ത്രൂ പല ടൈപ്പിൽ ചെയ്യും. ഒന്നുകൂടി ഹോർമോണൽ പ്രൊജസ്ട്രോൺ ബേസ്ഡ് ടാബ്ലറ്റ്സ് ആയിട്ട് ഉള്ളതുണ്ട്. പിന്നെ GnRH ആണല്ലോ സെൻട്രലി ആക്ടിങ് വെച്ചിട്ട് ഒരു 6 months സപ്രഷൻ എടുക്കാറുണ്ട്. അപ്പോൾ പീരീഡ്സ് അതിൻ്റെ ഇടയിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കും, എസ്പെഷ്യലി പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിരിക്കുന്ന സമയത്ത്. പ്രഗ്നൻസി എഫക്ട് ചെയ്യാറുണ്ടോ? പ്രഗ്നൻസി ഒട്ടും ഡ്യൂറിങ് കീമോതെറാപ്പി പ്രഗ്നൻസി പാടില്ല. ഐ മീൻ യു ഹാവ് ടു കോൺട്രസെപ്ഷൻ ഉപയോഗിക്കേണ്ടി വരും ടു പ്രിവെന്റ് പ്രഗ്നൻസി. ഓക്കെ, കാരണം നമ്മൾ കീമോ എടുക്കുമ്പം കീമോ മേ എഫക്ട് ഈ ഡെവലപ്പിംഗ് ഫീറ്റസ്. ഓക്കെ, അപ്പം പ്രഗ്നൻസി എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് പ്രഗ്നൻസി ഒട്ടും അലൗഡ് അല്ല. ചിലപ്പം പ്രഗ്നൻ്റ് ആയ ഫീമെയിൽസിന് ക്യാൻസർ ഡയഗ്നോസ് ആവും.
അപ്പോൾ ഭയങ്കര ട്രിക്കി സിറ്റുവേഷനാണ്. അപ്പോൾ എങ്ങനെ കീമോ കൊടുക്കും, ഏത് സമയത്ത് കീമോ തുടങ്ങാൻ പറ്റും, പലപ്പോഴും പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ കീമോ തുടങ്ങേണ്ടി വരും. കുട്ടി വയറിലുള്ള സമയത്ത് വരെ കീമോ തുടങ്ങേണ്ട പേഷ്യൻസിൻ്റെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് മോർ ഡിഫിക്കൾട്ട്. പ്രഗ്നൻസി എന്തായാലും ഡ്യൂറിങ് കീമോതെറാപ്പി പാടില്ല. ക്യാൻസർ ക്യൂറായി കഴിഞ്ഞ് ഒരു 2-3 years ഒക്കെ കഴിഞ്ഞ് ഒക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഡോക്ടർ ആ അസുഖത്തിൻ്റെ എന്താ കീമോതെറാപ്പി കൊടുത്ത പോലെയും ഗൈനക്കോളജിയൊക്കെ കൺസൾട്ടേഷൻ ചെയ്തിട്ട് പിന്നെ ഫാമിലി പ്ലാനൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് വരെ കുട്ടികളുണ്ടായ പേഷ്യൻസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഐ മീൻ അപ്പം പ്രഗ്നൻസി എന്തായാലും കീമോന്റെ സമയത്തൊന്നും ഡെഫിനറ്റ്ലി ഈവൻ ഇപ്പോൾ അങ്ങനെ പ്രഗ്നന്റ് ആയ ഒരാൾക്ക് കീമോ കൊടുക്കേണ്ടി വന്നാൽ യു ഹാവ് ടു ടെർമിനേറ്റ് ദ പ്രഗ്നൻസി. ഇപ്പോൾ ടെർമിനേറ്റ് ചെയ്യാതെയും അങ്ങനെ അതെ പ്രീടേം ബേബീസിനെ യു ക്യാൻ ടേക്ക് കെയർ ഓഫ് പ്രീടേം ബേബീസ് ബെറ്റർ ഇൻ NICU ഈ കാലഘട്ടത്തിൽ. സോ മേ ബി പറഞ്ഞാല് സാധാരണ 38 weeksന്റെ പകരം ചിലപ്പം 28 വീക്സിലൊക്കെ ഡെലിവറി ചെയ്യേണ്ടി വരും. കാരണം ചില കേസിലുണ്ട് യു ക്യാൻ വെയിറ്റ് ടിൽ ദ ബേബി ഈസ് ഡെലിവേർഡ്. അങ്ങനെയുള്ള കേസിൽ ബേബി ഡെലിവറി ആയിട്ട് കീമോ കൊടുക്കും. പക്ഷെ മെനി ടൈംസ് അത് പറ്റില്ല. ഒരു 10 വർഷം മുൻപുള്ള അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് ബ്ലഡ് ക്യാൻസറിന്റെ കാര്യത്തിൽ. അപ്പോ ഇനി ഒരു 15 വർഷം മുൻപോട്ട് ഈ ബ്ലഡ് ക്യാൻസറിന്റെ രോഗനിർണയവും ചികിത്സയും എവിടെ എത്തി നിൽക്കുമെന്നാണ് സാർ പ്രതീക്ഷിക്കുന്നത്? എന്റെ പ്രതീക്ഷ 15 കൊല്ലം കഴിഞ്ഞാല് ബ്ലഡ് ക്യാൻസർ നമ്മൾ ഡിസ്കഷൻ പോലും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ എന്റെ ആഗ്രഹം, കാരണം അത്രയും റാപ്പിഡായിട്ട് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ അസുഖത്തിന് പ്രസക്തിയെ പോകുമെന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ ഇപ്പം ഡയബറ്റീസിനെ കുറിച്ച് അത്ര പോഡ്കാസ്റ്റ് ഒന്നും ഇപ്പം അത്ര നടക്കണ്ടാവില്ല. ഇപ്പോൾ വെയിറ്റ് ലോ ഉണ്ടല്ലോ. അപ്പോൾ ഡയബറ്റീസ് ഒരു കോമൺ ഡിസീസേ, പക്ഷേ വെരി ട്രീറ്റബിൾ ഇതായി ലെസ് എക്സ്പെൻസ് ആയിട്ടുള്ള മരുന്ന് വഴി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, BP അസുഖം, അതിൻ്റെ മരുന്നൊക്കെ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് രോഗി ഇരുന്ന് കഴിക്കുന്നു. അതുകൊണ്ട് ആരും ഹൈപ്പർ ടെൻഷൻ്റെ അത്ര ഡിസ്കഷൻസ് ആർക്കും വലിയ ഉണ്ടാവാറില്ല. ഓക്കെ, അതേപോലെ 15 കൊല്ലം കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഒറ്റൊരു ടാബ്ലറ്റ് വഴി വീട്ടിലിരുന്നിട്ട് ഡോക്ടറെ കാണിച്ച് എടുക്കാൻ പറ്റുന്ന സ്ഥിതി ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതീക്ഷ തെറ്റായ പ്രതീക്ഷയല്ല. ഇപ്പം ഹ്യൂജ് AI ഇതൊക്കെ വന്നുകൊണ്ടും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇതൊക്കെ വന്നുകൊണ്ട് സയന്റിഫിക് റിസർച്ചിന്റെ സ്പീഡൊക്കെ വളരെ കൂടാൻ പോവാണ്. ഓക്കെ, 100 കൊല്ലം എടുത്ത സാധനങ്ങളൊക്കെ ഇനി 1-2 കൊല്ലത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ആ ഒരു ലെവലിലേക്ക് എത്തി. 15 കൊല്ലം കഴിഞ്ഞാൽ എന്താണ് ഓരോറ്റ പേഷ്യന്റ് പോലെ OPD ഫോളോ അപ്പിന് വരേണ്ടി വരുമെന്നാണ് ഞങ്ങളെ ആഗ്രഹം. ഒരു റിയലിസ്റ്റിക് ആയി പറയാം, എനിക്ക് തോന്നുന്നു കീമോതെറാപ്പി എന്നുള്ളത് കുറഞ്ഞു വരും. എന്തായാലും കുറയും. ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോ തെറാപ്പി കൂടും. കീമോന്റെ റെലവൻസ് കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, അതാണ് മോസ്റ്റ് ലൈക്ലി ഉണ്ടാവാൻ പോകുന്നത്. എന്തോ ഇതിനൊക്കെ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചു പറഞ്ഞാൽ ഈ ക്യാൻസർ ഒക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാവരും ചോദിക്കുമല്ലോ ഇതെന്താ കാരണം ഉണ്ടാവുന്നതെന്ന്. അപ്പൊ നമ്മളെ ആൻസർ നമുക്ക് അറിയില്ല എന്നാ. അപ്പൊ ആർക്കും അറിയില്ല ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന്. ഓക്കെ, അപ്പം ആ കാരണം ഇതുവരെ ആർക്കും മെക്കാനിസംസ് ഒക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ കൃത്യം എന്തുകൊണ്ടാണെന്ന് പലതിലും ആർക്കും മനസ്സിലായിട്ടില്ല. അതുണ്ടെങ്കിലും അങ്ങനത്തെ വലിയൊരു ഡിസ്കവറി, ഇപ്പം ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ E=mc² പോലത്തെ വല്ല ഒരു ഡിസ്കവറി വിച്ച് നമുക്കറിയില്ല നമ്മൾ എന്താ ഡിസ്കവർ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുമല്ലോ. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും എന്നാണ് തോന്നുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ യൂണിഫൈഡ് തിയറി ഓഫ് ഫിസിക്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എന്തെങ്കിലും യൂണിഫൈഡ് തിയറി ഓഫ് ഓങ്കോളജി ഒക്കെ വന്ന് ഇതൊക്കെ നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ആവുന്നതാണ്. മേ ബി ആഫ്റ്റർ 20-25 years എന്തായാലും ജസ്റ്റ് ദാറ്റ് മൊമെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഡോക്ടർ അജയ് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. തീർച്ചയായും വൈദ്യശാസ്ത്രം വളരെയേറെ മുന്നേറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും മുന്നേറി ഓൾറെഡി നമ്മൾ വളരെ മുമ്പിലാണ്. ഓക്കെ, ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ടെറിബിൾ ഡിസീസാണ്. ഇപ്പോഴും ടെറിബിൾ ഡിസീസാണ്. വളരെ ഒട്ടും നല്ല അസുഖമല്ല. ബ്ലഡ് ക്യാൻസർ ഒരിക്കലും ചെറുതായിട്ട് കാണാൻ പറ്റില്ല. സീരിയസ് ആയ അസുഖമാണ്. പക്ഷെ അത് മെഡിക്കൽ സയൻസിന്റെ ന്യൂ ട്രീറ്റ്മെന്റ് വഴി, ന്യൂ ഡിസ്കവറീസ് കാരണം വളരെ വെൽ ട്രീറ്റ്മെന്റ് ആയി പല അസുഖങ്ങളും മാറി. ഓക്കെ, ഞാൻ ഈ സിമ്പിളായി ട്രീറ്റ്മെന്റ് ആക്കണം എന്ന് ആഗ്രഹിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. രോഗി വരുന്നു, രോഗി അഡ്മിറ്റ് ആവുന്നു, പൈസ ചിലവാകുന്നു, അവരെ ഒരു വീട്ടിലിരിക്കുന്ന സമയത്ത് അവർ ഹോസ്പിറ്റലിലാണ്. ഇതൊക്കെ ഒരു മെന്റലി ഒരു ബുദ്ധിമുട്ടാണ്. രോഗിക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. ഇതൊന്നും ഇല്ലാതെ ഒരു ലുക്കീമിയ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ജലദോഷം വന്ന പോലെ സ്ഥിതിയിലേക്ക് എത്തിയാൽ ആണ് ഞങ്ങൾ ഡ്രീം ആവുക. അത് ഒരു ദിവസം എന്തായാലും ഒന്ന് ഉറപ്പാണ്. ആ ദിവസത്തേക്ക് നമ്മൾ കാത്തിരിക്കുകയാണ്. തീർച്ചയായും
അങ്ങനെ ഒരു കാലം തീർച്ചയായും വിദൂരമല്ല. അപ്പൊ ആക്ച്വലി ഡോക്ടേഴ്സ് പോലും വേണ്ടി റോബോട്ട്സ് മതിയാവില്ല ആ സമയത്ത്. ആ സമയം AI മതി. അതെ. ChatGPT പോലത്തെ അങ്ങനത്തെ വല്ല മെഡിക്കൽ സാധനം ഉണ്ട്, സോഫ്റ്റ്വെയർ. നമ്മളിലേക്ക് നമുക്കൊന്നും ജോലി ഉണ്ടാകും. അത് കുഴപ്പമില്ല, ജനങ്ങൾക്ക് നല്ലതാണെങ്കിൽ ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല. പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടാണ് നമുക്ക് ഭയം ഉണ്ടാകുന്നത്. നമ്മുടെ രോഗത്തെ അടുത്തറിയുന്നത് ആ ഭയം ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കും. ഇന്നിവിടെ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ഒരല്പമെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത്രയും നേരം നമ്മളുടെ കൂടെ നമ്മൾക്ക് അറിവ് പകർന്നു തന്ന ഡോക്ടേഴ്സിനോട് ഞാൻ നന്ദി അറിയിക്കുന്നു. തീർച്ചയായും ബ്ലഡ് ക്യാൻസർ ഒരു അവസാന വാക്കല്ല. ആത്മവിശ്വാസം കൊണ്ടും പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊണ്ടും തീർച്ചയായും നമുക്ക് ബ്ലഡ് ക്യാൻസറിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കും. നന്ദി, നമസ്കാരം.